Good morning, everyone. Welcome to Attendant Malayalam channel. This is Hindu Sebastian, and let's start with the Hindu Editorial Analysis of 17th Feb 2022. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡെയിലി സെഷൻ 9 to 10 AM ആണ്, മൺഡേ ടു ഫ്രൈഡേയ്സ്. ആൻഡ് സാറ്റർഡേയ്സിൽ നമ്മൾ വീക്ക്ലി എഡിറ്റോറിയൽ വൊക്കാബിൻ്റെ ക്വിസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് സാറ്റർഡേ വരെ എഡിറ്റോറിയലുമായിട്ട് ഇങ്ങനെ പോകും. ബട്ട് നമ്മൾ ആർട്ടിക്കിൾ ഡിസ്കഷൻ ഉള്ളത് നമ്മുടെ ഫ്രൈഡേ വരെയാണ്, മൺഡേ ടു ഫ്രൈഡേ 9 to 10. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഡിസ്കഷൻ ഓഫ് ഇംഗ്ലീഷ് വൊക്കാബ്, അതുപോലെ തന്നെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ആർട്ടിക്കിൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ സെഷൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ആദ്യമേ തന്നെ ജസ്റ്റ് ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടും. അതിനുശേഷം വൊക്കാബിലോട്ട് നേരെ പോവാണ്. ഇഡിയംസ്, ഫ്രേസസ്, വൺ വേർഡ്സ് അതിലോട്ടൊക്കെ പോകുന്നു. അതിനുശേഷം സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സിലോട്ട് പോകുന്നു. എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇന്നത്തെ ആർട്ടിക്കിൾ ഓഫ് ദി ഡേ ഡിസ്കസ് ചെയ്യുന്നു. എന്നിട്ട് ഇന്നത്തെ സ്പോട്ട് ദ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. ആൻഡ് ഐ വിൽ ഗിവ് യു ദ ഹോം വർക്ക് ടുഡേ സ്പോട്ട് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സെഷൻ പോകുന്നത്. ഈ സെഷൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ സെഷൻ യൂസ്ഫുൾ ആണ്. ലൈക്ക് UPSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, നിങ്ങൾ ബാങ്കിങ് ആസ്പിറൻ്റ് ആണോ, SSC ആസ്പിറൻ്റ് ആണോ, ESIC ആസ്പിറൻ്റ് ആണോ, ഓർ എനി ഡിഗ്രി ലെവൽ എക്സാംസ്, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം, ഡിഗ്രി ലെവൽ നമ്മുടെ കേരള PSC എക്സാംസിന് വേണ്ടിയിട്ട് ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുവാണെങ്കിലും ഇറ്റ് വുഡ് ബി റിയലി ബെനിഫിഷ്യൽ ടു യു. നിങ്ങൾക്ക് ഗ്രാമർ സ്ട്രക്ചേഴ്സ് പഠിക്കാം, വൊക്കാബ് പഠിക്കാം, ആൻഡ് യു കെൻ ഇംപ്രൂവ് യുവർ റീഡിംഗ് എബിലിറ്റീസ്, കോംപ്രിഹെൻഷൻ സ്കിൽസ് കൂട്ടാം, റൈറ്റിംഗ് സ്കിൽസ് കൂട്ടാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസും ഒബ്വിയസ്ലി അത് കൂട്ടാം നമുക്ക്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. അപ്പോൾ നമുക്കിപ്പോൾ 17% ഡിസ്കൗണ്ട് ഉണ്ട്. നമുക്ക് 13ാമത്തെ ഇയർ ഓഫ് ഫൗണ്ടേഷൻ ആയിരുന്നു, നമ്മുടെ 13ാമത്തെ വർഷമായിരുന്നു നമ്മൾ അഡ 24/7 തുടങ്ങിയിട്ട്, ഫൗണ്ടേഷൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ അതോടനുബന്ധിച്ച് 17% ഡിസ്കൗണ്ട്, ഡബിൾ വാലിഡിറ്റി ഓഫറും ഉണ്ട്. അപ്പോൾ ഇതാ 12 മണിക്കുള്ളത് പോകും. അതിനു മുമ്പ് നിങ്ങൾക്ക് അവൈൽ ചെയ്യാനുള്ള ഓഫറുണ്ട്. സോ എൻ്റെ കോഡ് മറക്കണ്ട, Y314 എന്ന കോഡ് ഉപയോഗിച്ച് അഡ 24/7 ആപ്പ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് കയറി പർച്ചേസ് ചെയ്യാം കോഴ്സുകൾ. സോ വെബ്സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾ ഓൾ എക്സാംസിൽ പോയിട്ട് സ്റ്റേറ്റ് എക്സാംസ് എന്നിട്ട് കേരള എക്സാംസ് എടുത്തിട്ട് എടുക്കാവുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ മാറിപ്പോവും, മഹാപാക്കൊക്കെ ഇടുമ്പോൾ മാറിപ്പോവും. സോ ദാറ്റ്സ് ഇറ്റ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് കോഴ്സുകളൊന്നും പരിചയപ്പെടുത്തി. ഇപ്പോൾ നമ്മുടെ നിലവിലെ കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ലൈവ് മോക്ക് ടെസ്റ്റ് ഡിസ്കഷൻ ബാച്ച് ഉണ്ട്. ലാസ്റ്റ് ലാബ് പ്രിപ്പറേഷൻ ആണ്. 14-ാം തീയതി തുടങ്ങി 23-ാം തീയതി അവസാനിപ്പിക്കും. 10 ദിവസത്തെ ക്ലാസ് ആണത്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് 10 മോക്ക് ടെസ്റ്റുകൾ, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ബേസിക് ഗ്രാമറും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ വൊക്കാബ് കംപ്ലീറ്റ് അങ്ങനെ പോകുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഒരു സെഷൻ GK ഉണ്ട്, ഒരു സെഷൻ നമുക്ക് മാത്സ് ആൻഡ് റീസണിങ്ങിനും ഉണ്ട്. അങ്ങനെയാണ് ക്ലാസ്സുകൾ പോകുന്നത് കേട്ടോ. പിന്നെ SSCയുടെ ബാച്ച് വരെയാണ് 23-ാം തീയതി. അപ്പോൾ ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ 3 ക്ലാസ്സുകളാണ് പോകുന്നത്. 2 മാസത്തെ ക്ലാസ്സാണ്. നമ്മുടെ എക്സാം വരുന്നത് 20th ശേഷമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നലെ 17th ക്ലാസ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അതായത് April 17th ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് നമ്മുടെ ESICയുടെ ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാം ഓൺലൈൻ രജിസ്ട്രേഷൻ കഴിഞ്ഞിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. ഇപ്പോൾ UDC MTS സ്റ്റെനോഗ്രാഫർ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ UDC MTSന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രിലിമിനറി ക്രാഷ് കോഴ്സാണിത്. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ളവർ ജോയിൻ ചെയ്യാം കേട്ടോ. അതിന് നന്നായി പഠിക്കാം. അതുപോലെ തന്നെ ഡിഗ്രി ലെവലിൻ്റെ ബാച്ച് മാറ്റി വെച്ചതായിരുന്നു നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ. അറിയില്ലാത്തവർക്ക് പിന്നെ ഒന്നുകൂടി പറയാം. നമ്മൾ March 1 വേണ്ടിയിട്ട് ഈ ക്ലാസ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് പകരമായിട്ട് നമ്മൾ KTETൻ്റെ പുതിയൊരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. KTETൻ്റെ ക്ലാസ് എക്സാം March 20th ശേഷം വരും. അപ്പോൾ നമുക്ക് 1 മാസത്തെ പ്രിപ്പറേഷൻ ടൈമുള്ളൂ. കറക്റ്റ് 30 days പ്രിപ്പറേഷനുള്ള ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് 22-ാം തീയതി. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യണം KTETന് വേണ്ടിയിട്ട്. അപ്പോൾ ഭാവിയിലെ ടീച്ചേഴ്സൊക്കെ വരിക, ജോയിൻ ചെയ്യുക. ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ കോട്ട്. ദിസ് ഇസ് അവർ കോട്ട് ഫോർ ടുഡേ. എവറി ഡേ ഇസ് എ ന്യൂ ബിഗിനിങ്. നമുക്ക് എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഓർക്കണം, എവറി ഡേയും ഓപ്പൺസ് അപ്പ് ന്യൂ പോസിബിലിറ്റീസ്. ഒരുപാട് പോസിബിലിറ്റീസ് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മേക്ക് യൂസ് ഓഫ് ഇറ്റ്, യൂട്ടിലൈസ് ദ പോസിബിലിറ്റീസ് ദാറ്റ് എ ഡേ ഓഫർ യു, അല്ലെ, ദാറ്റ് എ ഡേ ഓഫേഴ്സ് യു. ഒരു ഡേ നിങ്ങൾക്ക് തരുന്ന അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് മുന്നോട്ട് വെക്കുന്ന ആ പോസിബിലിറ്റി ഉണ്ടല്ലോ, ആ ഒരു ഹോപ്പ് ഉണ്ടല്ലോ, അത് നിങ്ങൾ എടുക്കുക. ടേക്ക് ഇറ്റ് ആൻഡ് യൂസ് ഇറ്റ്. സോ കാർപ്പെ ഡിയം, ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളതാണ്. സോ എവറി ഡേ ഈസ് എ ന്യൂ ബിഗിനിങ്. അപ്പോൾ ഗോ ഫോർ ഇറ്റ്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നത്തേക്ക് മാറ്റി വെക്കാൻ നിൽക്കരുത്. നമുക്ക് പറയാൻ പറ്റില്ല, മനുഷ്യൻ്റെ കാര്യമല്ലേ. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ് ആൻഡ് ഗോ ഫോർ ഇറ്റ്. ഓക്കെ, അതായിരിക്കട്ടെ നമ്മുടെ കോട്ട് ഇന്ന്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ പോസിറ്റീവ് നോട്ട്. ഇന്ന് 2 ആർട്ടിക്കിളിനെ പറ്റി പറയാം. 2 ആർട്ടിക്കിളുണ്ട്. അപ്പോൾ ഇന്ന് ഇച്ചിരി പോസിറ്റീവ് നോട്ടിൽ പറയാം. നമ്മുടെ ഉക്രൈൻ റഷ്യ ബോർഡർ പ്രോബ്ലത്തെ പറ്റി നമ്മൾ കുറേ നാളായി ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഉക്രൈനിലെ റഷ്യൻ ട്രൂപ്സിനെ പുൾ ബാക്ക് ചെയ്തിട്ടുണ്ട്, വിഡ്രോ ചെയ്ത് കുറച്ച് റിട്രീറ്റ് ചെയ്ത് മാറിയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി പ്രശ്നം സോൾവ് ആയി എന്ന് പറയാൻ പറ്റില്ല.
പക്ഷേ കുറച്ച് ട്രൂപ്സിനെ അവർ ഒന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്, റിട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി റിലേറ്റ് ചെയ്ത ഒരു ആർട്ടിക്കിളുണ്ട്, ഇൻ്റർനാഷണൽ ആർട്ടിക്കിളാണ്, പക്ഷെ നമ്മളത് വായിക്കുന്നില്ല. ബട്ട് ഗിവ് ഇറ്റ് എ റീഡ്, സിമ്പിൾ റീഡാണ് കേട്ടോ, അത് വായിച്ചുവിടുക. അടുത്തത് പിന്നെ ഒരുപാട് ഇഡിയംസ്, ഫ്രേസൽ വേർബ്സ് ഒക്കെ ഇതിലുണ്ട് ഇപ്പം ഇന്ന്. അപ്പോൾ അതുകൊണ്ട് 2 ആർട്ടിക്കിളുമായിട്ട് അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാതിരിക്കാൻ വയ്യ. പിന്നെ ഒരെണ്ണമുള്ളത് ഫിനാൻസ് റിലേറ്റഡ് ആർട്ടിക്കിളാണ് അബൌട്ട് ദ ഇൻഫ്ലേഷൻ, എക്കണോമി ഗ്രോത്ത് റിലേറ്റഡ് പ്രശ്നങ്ങൾ, പണപ്പെരുപ്പത്തെ പറ്റിയൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് വായിക്കാതിരിക്കാൻ പറ്റില്ല. സോ വി ആർ ഗോയിങ് ടു ഗിവ് ഇറ്റ് എ റീഡ്. അതാണ് ഇന്നത്തെ ആർട്ടിക്കിൾ ഫോർ ദ ഡേ. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഇന്നത്തെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഞാൻ പറഞ്ഞല്ലോ, കുറച്ചധികം ഉണ്ട് നമുക്ക് ഇന്ന് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ആദ്യത്തെ ക്ലൗഡ് ഓൺ ദ ഹൊറൈസൺ. ക്ലൗഡ് ഓൺ ദ ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ, ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന അസ്തമിച്ചു വരുന്ന സ്ഥലമാണല്ലോ ഹൊറൈസൺ. ഹൊറൈസണിൽ ക്ലൗഡ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? Cloud on the horizon is an idiomatic expression meaning a problem will appear in the near future. ഒരു പ്രശ്നമാണ്, there's a trouble or there's a problem or a problematic situation approaching. Imminent ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഇമിനൻ്റ് ആണ്, അടുത്തുണ്ട്, ഇറ്റ്സ് അപ്രോച്ചിങ്, a problem is approaching എന്നൊരു അർത്ഥമാണ് ക്ലൗഡ് ഓൺ ദ ഹൊറൈസൺ എന്ന ഇഡിയത്തിൻ്റെ മീനിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് bear the brunt of something. ബെയർ ദ ബ്രണ്ട് ഓഫ് സംതിങ്. ബ്രണ്ട് എന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ബ്രണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫോഴ്സ് എന്നുള്ള അതിൻ്റെ അർത്ഥമാണ് കേട്ടോ, ഫോഴ്സ്. സോ ബെയർ ദ ബ്രണ്ട് ഓഫ് സംതിങ് മീൻസ് സഫർ ദ മെയിൻ പാർട്ട് ഓഫ് സംതിങ്. അതിൻ്റെ ഏറ്റവും വലിയ ഭാഗം നീ അനുഭവിച്ചോ, ദാറ്റ്സ് ഇറ്റ്. യു ആർ ഗോയിങ് ടു സഫർ ദ മെയിൻ പാർട്ട് ഓഫ് ദ സംതിങ്. ദാറ്റ് മീൻസ് യു ആർ ബെയറിംഗ് ദ ബ്രണ്ട് ഓഫ് സംതിങ്. എന്തെങ്കിലും ആയിക്കോട്ടെ, എക്കണോമിക് ഡിഫിക്കൽട്ടി ഓർ എനിത്തിങ് ക്യാൻ ഇറ്റ് ബി. ഓക്കെ, എന്തും ആയിക്കോട്ടെ, അതിനെ ബെയർ ദ ഫ്രൂട്ട് ഓഫ് സംതിങ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഫേസ് എ മ്യൂസിക് എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു അർത്ഥത്തിലാണ് ഇതിൻ്റെ മീനിങ് കേട്ടോ. ചക്രവാളം അല്ലേ? ഓക്കെ അശ്വിൻ, ഓക്കെ, ഗ്രേറ്റ്. ഓൾ റൈറ്റ്, ഗുഡ് മോർണിംഗ് എവ്രി വൺ ആൻഡ് ഐ ഹോപ്പ് യു ആർ ഡൂയിങ് ഗ്രേറ്റ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുകയാണ് കേട്ടോ. നമുക്ക് മൂവ് ചെയ്യാം. സോ ലെറ്റ്സ് മൂവ് ഓൺ. ഹോൾഡ് ഡൗൺ. ഹോൾഡ് ഡൗൺ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മെയിൻറ്റെയിൻ സംതിങ് അറ്റ് എ ലോ ലെവൽ. ഹോൾഡ് ഓൺ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഹോൾഡ് ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ആ ലോ ലെവലിൽ അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ പൊന്തി വരാൻ നമ്മൾ സമ്മതിക്കില്ല. വി ആർ ഹോൾഡിങ് ഇറ്റ് ഡൗൺ. ഡൗൺ എന്ന് പറയുമ്പോൾ തന്നെ താഴ്ത്തുമല്ലേ. അപ്പോൾ അത് ഹോൾഡിങ് സംതിങ് ഡൗൺ എന്ന് പറഞ്ഞാൽ യു ആർ മേക്കിംഗ് സംതിങ് അറ്റ് എ ലോ ലെവൽ. യു ആർ മെയിൻറ്റെയിനിങ് സംതിങ്, യു ആർ കീപ്പിംഗ് സംതിങ് അറ്റ് എ ലോ ലെവൽ. അത് മുകളിൽ വിട്ട് പൊന്തി വരാൻ നമ്മൾ സമ്മതിക്കില്ല. യു ആർ മെയിൻറ്റെയിനിങ് ഇറ്റ് അറ്റ് എ ലോവർ ലെവൽ. അതിനെയാണ് ഹോൾഡ് ഡൗൺ എന്ന മീനിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് പുൾ ബാക്ക്. ഞാൻ ഇന്ന് പറഞ്ഞല്ലോ, റഷ്യൻ ട്രൂപ്സിന് പുൾ ബാക്ക് ചെയ്തു. സോ റഷ്യൻ ട്രൂപ്സിന് പുൾ ബാക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ യു പുള്ളിങ് സംതിങ് ബാക്ക് മീൻസ് യു ആർ റിട്രീറ്റിംഗ് ഫ്രം ദർ, അല്ലേ? ഓർ യു വിഡ്രോ ചെയ്യുന്നു, പിൻവാങ്ങുക. ദാറ്റ് ഈസ് പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഓൾ റൈറ്റ്, യാ. അടുത്തത് കോൾ ഫോർ. കോൾ ഫോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് കോൾസ് ഫോർ ആക്ഷൻ. പറയുന്നത് കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ ഇറ്റ് കോൾസ് ഫോർ എ സെലിബ്രേഷൻ. എനിക്ക് ഇന്ന ഒരു പോസ്റ്റ് കിട്ടി, അല്ലെ എനിക്കൊരു ജോലി കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ഈ മൂവീസിലൊക്കെ, ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ? ഇറ്റ് കോൾസ് ഫോർ എ സെലിബ്രേഷൻ. ദാറ്റ് മീൻസ് ഇറ്റ് നീഡ്സ് ഓർ ഇറ്റ് ഡിസേർവ്സ് എ പെർട്ടിക്കുലർ ആക്ഷൻ. അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. കോൾ ഫോറിന് 2 അർത്ഥം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. സോ ഇറ്റ് നീഡ്സ് എ പെർട്ടിക്കുലർ ആക്ഷൻ. അതിന് ഒരു ആക്ഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡിമാൻഡ് ഓർ ഇറ്റ് നീഡ് ഓർ ഇറ്റ് ഡിസേർവ്. ഡിസേർവ് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ഇറ്റ് നീഡ് എ പെർട്ടിക്കുലർ ആക്ഷൻ എങ്കിൽ വി സേ കോൾ ഫോർ സംതിങ്, അല്ലെ? കോൾ ഫോർ ആക്ഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഈ പറയുന്ന കോൾ ഫോർ എന്ന ഫ്രേസൽ വേർബിന്റെ മീനിങ്. ഓൾ റൈറ്റ്, കോൾ വെച്ചിട്ട് ഒരുപാടുണ്ട്, കോൾ ഔട്ട്, കോൾ ഇൻ, അങ്ങനെ ഒരുപാട്, കോൾ അപ്പ്, ഒരുപാട് ഫ്രേസൽ വേർബ്സ് ഉണ്ട്. അതിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഐ ഗെസ് യു നോ ഇറ്റ്. നമ്മളൊരു സെഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഫ്രേസൽ വേർബിൻ്റെ. എനിവേ, ഞാൻ ഇവിടെയാണോ ചെയ്തത് എനിക്കൊരു ഡൗട്ടും ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. എനിക്ക് ഫ്രേസൽ വേർബ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സമയമുണ്ടല്ലോ. അടുത്ത റോൾ ബാക്ക്. നമ്മൾ റോൾ ബാക്ക് ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ്. റോൾ ബാക്ക് മീൻസ് റിവേഴ്സ് ദ പ്രോസസ് ഓർ റിഡ്യൂസ്ഡ് പവർ. കോൾ ഫോർ ആൻഡ് കോൾ ബാക്ക് അതൊക്കെ ഞാൻ ഒരു തവണ ഡിസ്കസ് ചെയ്തത് ഒരു മാരത്തൺ സെഷനിലായിരുന്നു. അതാണ്. ഓക്കെ, സോ റോൾ ബാക്ക് എന്ന വാക്ക് അല്ലെങ്കിൽ ഫ്രേസിന്റെ അർത്ഥം റിവേഴ്സ്ഡ് പ്രോസസ്സാണ്. റോൾ ബാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രോസസ്സ് റിവേഴ്സ് ചെയ്യാണ് നമ്മൾ. അല്ലെങ്കിൽ റിഡ്യൂസ് ദ പവർ ഓർ ഇമ്പോർട്ടൻസ് ഓഫ് സംതിങ്. ഒരു കാര്യത്തിന്റെ പ്രാധാന്യം കുറയ്ക്കുക അല്ലെങ്കിൽ പവർ കുറയ്ക്കുക എങ്കിൽ ദാറ്റ് ഈസ് റോൾ ബാക്ക്. കേട്ടോ, റോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ റിഡ്യൂസ് ദി പവർ ഓർ ഇമ്പോർട്ടൻസ് ഒന്ന്, അല്ലെങ്കിൽ റിവേഴ്സ് ദ പ്രോസസ്. അങ്ങനെയാണ് റോൾ ബാക്ക് എന്ന വാക്കിന്റെ അർത്ഥം. ക്ലിയർ ഐ ഗെസ്? അടുത്തത് റൂൾ ഔട്ട്. റൂൾ ഔട്ട് ചെയ്യാൻ മീൻസ് എക്സ്ക്ലൂഡ് സംബഡി ഓർ സംതിങ് ആസ് എ പോസിബിലിറ്റി. ഇപ്പോൾ നമ്മളൊരു പോസിബിലിറ്റി ആണ്, ഇത് കൊള്ളാട്ടോ, ഇത് കൊള്ളാം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ സംബഡി റൂൾസ് ഇറ്റ് ഔട്ട്, ലൈക്ക് യുവർ മാനേജർ റൂൾസ് ഇറ്റ് ഔട്ട്. നമ്മളൊരു പ്രോജക്റ്റ്, ഒരു പ്രോജക്റ്റിൻ്റെ ഒരു ഐഡിയ മുന്നോട്ട് വെക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുമ്പോൾ റൂൾ ഔട്ട് ചെയ്യുക. അത് റൂൾ ഔട്ട് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു പോസിബിലിറ്റി ആയിട്ട് ചെയ്യുക. അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞതിന് നമ്മൾ പോസിബിലിറ്റി ആയിട്ട് തള്ളിക്കളയുന്നതിന് നമ്മൾ പറയും റൂൾ ഔട്ട് എന്ന്.
സംതിങ്, യു ആർ എക്സ്ക്ലൂഡിങ് ഇറ്റ്, നമ്മൾ ഇതിനെ ഒഴിവാക്കി കളയാണ്. സംബടി ആയിക്കോട്ടെ, അതിനെയോ അല്ലെങ്കിൽ സംബടി ഒരാളെ ആയിക്കോട്ടെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പോസിബിലിറ്റി ആയിട്ട്, ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് നമ്മളതിനെ കണക്കാക്കാതെ എക്സ്ക്ലൂഡ് ചെയ്ത് ഒഴിവാക്കി കളയുന്നതെന്ന് നമ്മൾ പറയും റൂൾ ഔട്ട്. ഐ ഗെസ് ദാറ്റ് ഇസ് ക്ലിയർ. റോൾ ബാക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, റൂൾ ഔട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പുൾ ബാക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കോൾ ഫോറും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എഡിറ്റോറിയൽ അത് ആദ്യമായിട്ടാണ്. സോ ഓർത്ത് നോക്കുക, റൂൾ ഔട്ട്, റോൾ ബാക്ക്, കോൾ ഫോർ, പുൾ ബാക്ക് ആൻഡ് ഹോൾഡ് ഡൗൺ എന്നുള്ളത് ആണ് ഇന്നത്തെ ഫ്രേസൽ വേർബ്സ്. പിന്നെ നമുക്ക് 2 ഇഡിയംസ് ഉണ്ട്. ബെയർ ദ ബ്രണ്ട് ഓഫ് സംതിങ്, അതായത് സഫർ ദ മെയിൻ പാർട്ട്, ഏറ്റവും മെയിൻ പാർട്ട് സഫർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ ക്ലൗഡ് ഓൺ ദ ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ പ്രോബ്ലം വിൽ അപ്പിയർ ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഓക്കെ, ക്ലിയർ? മാത്യു, റൂൾ ഔട്ട് ഫോർമലാണ്, ബട്ട് നമ്മൾ റിസ്ക് എടുക്കരുത്. നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ, നിങ്ങൾ അതാ ഉദ്ദേശിച്ച ചോദിച്ചതെന്ന് എനിക്കറിയാം. ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിൽ നമ്മൾ നോർമലി എസ്സേസിലും ഫ്രേസീസിലും അതുപോലെ തന്നെ നമ്മുടെ റീഡിംഗ് കോംപ്രഹെൻഷൻ ആയിക്കോട്ടെ, എനി ഫോർമൽ റൈറ്റിംഗ് ഇറ്റ് ഇസ്, നമ്മളതിൽ ഫ്രേസൽ വേർബ്സ് ഉപയോഗിക്കാൻ പാടില്ല, ഇഡിയംസ് ഉപയോഗിക്കാൻ പാടില്ല, ബിക്കോസ് ദേ ആർ ഇൻഫോർമൽ ഇൻ യൂസേജ്. കേട്ടോ? കാര്യം റൂൾ ഔട്ടിൽ നിന്ന് ഒരു മീനിങ് ആവില്ല, അതാണ് പ്രശ്നം. ഇവ എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ലോജിക്ക് പറഞ്ഞുതരാം. ഒരു ഫ്രേസൽ വേർബിന് പല മീനിങ് ഉണ്ടല്ലോ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങളിപ്പോൾ വായിക്കുന്ന ആളെ സംബന്ധിച്ചോളം വേണമെങ്കിൽ നിങ്ങൾ ഒക്കേഷൻ അനുസരിച്ച് കണ്ടുപിടിച്ചോ എന്ന് പറയാൻ പറ്റുമോ? നോ, അല്ലേ? ബട്ട് ഒരു വേർഡ് ആകുമ്പോൾ ഇറ്റ് ഹാസ് എ പെർട്ടിക്കുലർ മീനിങ് ഇൻ ഇറ്റ്, അല്ലേ? അതാണ് ഈ ഫ്രേസൽ വേർബും ഉപയോഗിക്കരുത് അല്ലെങ്കിൽ ഇഡിയംസ് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ഓക്കെ. അപ്പോൾ ഈ 7 ഇഡിയംസ് പ്ലസ് നമ്മുടെ ഫ്രേസൽ വേർബ്സ് മറക്കാതിരിക്കുക. മൂവിങ് ടു ദി സിനോണിംസ്, ആന്റോണിംസ് ആൻഡ് റിലേറ്റഡ് വേർഡ്സ്. സോ ആദ്യത്തെ സിനോണിം ടെൻവസ്. ഇന്നത്തെ നമ്മുടെ ടൈറ്റിൽ തന്നെ, നമ്മുടെ എഡിറ്റോറിയലിലെ ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ തന്നെ ടെൻവസ് എന്നാണ് തുടങ്ങുന്നത്. സോ ടെൻവസ് എന്ന വാക്കിൻ്റെ അർത്ഥം, ടെൻവസ് മീൻസ് വീക്ക് അല്ലെങ്കിൽ സ്ലൈറ്റ്, ഇൻസബ്സ്റ്റാൻഷ്യൽ അല്ലെങ്കിൽ ഫ്ലിംസി. ടെൻവസിന് വേറെ അർത്ഥമുണ്ട്, തിൻ, വളരെ തിന്നായിട്ടുള്ള എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് ടെൻവസിന് കേട്ടോ. ഗുഡ് മോർണിംഗ്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ വീക്ക്, സ്ലൈറ്റ്, ഇൻസബ്സ്റ്റാൻഷ്യൽ. ടെൻവസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു, വളരെ വീക്കായിട്ടുള്ള, വളരെ നേരിയത് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പം തിന്നുന്നൊരു അർത്ഥവും കൂടെ അതിനുണ്ട് കേട്ടോ. അതൊന്ന് പറഞ്ഞേക്കാം, തിന്നുന്നൊരു അർത്ഥവും അതിന് ഉണ്ട് ടെൻവസ് എന്ന അഡ്ജക്റ്റീവിന്. ഓക്കെ. അടുത്തതാണ് ടാക്ക്. ടാക്ക് എന്ന മീനിങ്, ടാക്ക് എന്ന വേർഡിൻ്റെ മീനിങ് ഇതാണ്. ടാക്ക് മീൻസ് പിന്ന് അല്ലെങ്കിൽ നെയിൽ, ആണി, സ്റ്റേപ്പിൾ അല്ലെങ്കിൽ സ്പൈക്ക് എന്നൊക്കെ പറയും. നൗൺ കേട്ടോ. വേർബായിട്ട് പിന്ന് ചെയ്യുക, നെയിൽ ചെയ്യുക, സ്റ്റേപ്പിൾ ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഈ മൂന്നും വേർബായിട്ടും ഉപയോഗിക്കും. നൗൺ ആൻഡ് വേർബായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് പിന്ന് ചെയ്യുക, നെയിൽ ചെയ്യുക, സ്റ്റേപ്പിൾ ചെയ്യുക. യു നോ ദാറ്റ്, അല്ലേ? പിന്ന് ചെയ്യുന്നു, സ്റ്റേപ്പിൾ ചെയ്യുന്നു, നെയിൽ ചെയ്യുന്നു ഒക്കെ നമുക്കറിയാം. അപ്പം അതിൻ്റെ വേറെ വേർബ്സ് ആണ് ഫിക്സ് ചെയ്യുക. വി ആർ ഫിക്സിങ് സംതിങ്, യു ആർ ഫാസ്റ്റനിങ് സംതിങ്, ടൈ ചെയ്യുക, അല്ലേ? ഫാസ്റ്റൻ ചെയ്യാന്ന് പറഞ്ഞാൽ കെട്ടിയിടുക, അല്ലേ? സോ അറ്റാച്ചിങ് സംതിങ്, അങ്ങനെയാണ് ടാക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം. ടാക്ക് നൗൺ ആയിട്ടും വേർബായിട്ടും ഉപയോഗിക്കാം. സോ റിമെമ്പർ ദാറ്റ്. ഓക്കെ, ഓൾ റൈറ്റ്. യെസ്, ഓക്കെ, യെസ്, ക്ലിയർ. ഗുഡ് മോർണിംഗ്, സൂപ്പർ ഗുഡ് മോർണിംഗ്, ഗ്രേറ്റ്. കേസിൻ്റെ ബാച്ച് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് അപ്പോയിൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ. അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നോട്ടിഫിക്കേഷൻ ഒന്നും വരാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല സെക്കൻഡ് ബാച്ച്. ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ഓൾറെഡി ഓൺ ഗോയിങ് പ്രോസസ്സിലാണ് കേട്ടോ. ബിറ്റി ഗുഡ് മോർണിംഗ്, നോ പ്രോബ്ലം. ഓക്കെ, ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ വീണ്ടും ലേറ്റ് ആയിട്ട് വന്നവർക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ലെറ്റ് സ്റ്റാർട്ട്. ലെറ്റ്സ് റിസ്യൂം. കാലിബ്രേറ്റ്. ഇന്നും റീകാലിബ്രേറ്റ് എന്ന വാക്കുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കാലിബ്രേറ്റ് പറഞ്ഞിരുന്നു. കാലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫൈൻ ട്യൂൺ, ഒന്ന് മിനുക്ക് പണി അല്ലെങ്കിൽ ഫിക്സ്. മിനുക്ക് പണിക്കാണ് ഫൈൻ ട്യൂൺ എന്ന് പറയട്ടെ. ഫൈൻ ട്യൂൺ ഇസ് എ വേർബ് കേട്ടോ. ഫൈൻ ട്യൂൺ സംതിങ്, ഫിക്സ്. അതുപോലെ തന്നെ ഇംപ്രൂവ്, കറക്റ്റ്, അഡ്ജസ്റ്റ്. ഈ ഫൈൻ ട്യൂൺ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു ഈ 3 വർഷമായിട്ട്, കഴിഞ്ഞ 3 വർഷമായിട്ട് MG യൂണിവേഴ്സിറ്റിയിൽ കോളേജസിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ അറിയാം. അവരുടെ ഇംഗ്ലീഷിൻ്റെ ബുക്ക്, അല്ലേ? നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ, ജനറൽ ഇംഗ്ലീഷിൻ്റെ ബുക്ക്, ഒരു ഗ്രാമർ ബുക്ക് നിങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഫൈൻ ട്യൂൺ എന്ന് പറഞ്ഞൊരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് യു റിമെമ്പർ. ചിലരെങ്കിലും, ഒരു MG യൂണിവേഴ്സിറ്റി പഠിച്ച കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. സോ ആ വാക്കാണ് ഫൈൻ ട്യൂൺ. ഫൈൻ ട്യൂൺ യുവർ ഗ്രാമർ, ഫൈൻ ട്യൂൺ യുവർ ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് പോളിഷ് ചെയ്തെടുക്കുക. ദാറ്റ്സ് ഇറ്റ്. ഫൈൻ ട്യൂൺ, മിനുക്ക് പണി. ഓക്കെ. ഫിക്സ് അല്ലെങ്കിൽ ഇംപ്രൂവ്, കറക്റ്റ് ഓർ അഡ്ജസ്റ്റ്, അതിനാണ് കാലിബ്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റീകാലിബ്രേറ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും മിനുക്ക് പണിയുക. റീഫിക്സ്, ഇംപ്രൂവ് അഗൈൻ, അല്ലെങ്കിൽ റീകറക്റ്റ്, അഡ്ജസ്റ്റ് എന്നൊക്കെയാണ് റീകാലിബ്രേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അടുത്ത വാക്ക് സ്ക്രൂട്ടിനി. സ്ക്രൂട്ടിനി നമ്മൾ കേട്ട് മടുത്തൊരു വാക്കായിരിക്കും, അല്ലേ? നൗൺ ആണ്. എക്സാമിനേഷൻ,
അല്ലെ എന്താ തറവായിട്ടുള്ള എക്സാമിനേഷൻ ആണ് കേട്ടോ. അതിനെയാണ് ക്രിട്ടിക്കൽ എക്സാമിനേഷൻ, അതിനെയാണ് ഈ പറയുന്ന പോലെ സ്ക്രൂട്ടിനി പറയാം, അല്ലെങ്കിൽ ഇവാലുവേഷൻ എന്നൊക്കെ പറയും. ഇൻസ്പെക്ഷൻ, സർവേ, സ്കാൻ, അതൊക്കെയാണ് സ്ക്രൂട്ടിനി എന്ന വാക്കിനർത്ഥം. നെക്സ്റ്റ് വൺ ഇസ് ബ്രണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല ബ്രണ്ട്, ആ പറഞ്ഞ ബ്രണ്ട് പറഞ്ഞില്ലേ, ബെയർ ദ ബ്രണ്ട് ഓഫ് സംതിങ്, ആ ബ്രണ്ടിന്റെ മീനിങ് കൂടെ നമുക്ക് പഠിക്കാം അല്ലെ. ബെയർ ദ ബ്രണ്ട് ഓഫ് സംതിങ് ഇസ് എ ഇഡിയം, പക്ഷെ ബ്രണ്ട് എന്ന വാക്ക് കേട്ടാൽ നിങ്ങൾക്ക് അറിയണ്ടേ വാട്ട് ഇസ് ബ്രണ്ട് എന്നുള്ളത്. ബ്രണ്ട് ഇസ് എ നൗൺ. ബ്രണ്ടിന്റെ മീനിങ് എന്ന് വെച്ചാൽ ഫോഴ്സ്, അല്ലെങ്കിൽ ഇമ്പാക്ട്, അല്ലെങ്കിൽ ഷോക്ക്, ബേർഡൻ, പ്രഷർ. അതൊരു കാര്യത്തിന് എന്താ പറയുക, അതിനെ ബാധിക്കുന്ന, ആസ് എ റിസൾട്ട് ബാധിക്കുന്ന ഫോഴ്സ് ഉണ്ടല്ലോ, ഇമ്പാക്ട് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് വാട്ട് ബ്രണ്ട് ഇസ്. മനസ്സിലായോ? ബ്രണ്ട് അതാണ് കേട്ടോ. ഫോഴ്സ്, ഇമ്പാക്ട്, ഷോക്ക്, ബേർഡൻ, പ്രഷർ എന്നാണ് ബ്രണ്ട് എന്ന വാക്കിന്റെ അർത്ഥം. ക്ലിയർ ഐ ഗസ്? എന്തായിരുന്നു ചോദ്യം? ടാക്കിൾ. ടാക്കിൾ എന്തിനെ ടാക്കിൾ? കാലിബ്രേറ്റിനാണോ ടാക്കിൾ? കാലിബ്രേറ്റിന് ടാക്കിൾ എന്ന് നമ്മൾ പറയില്ല. ഓക്കെ, ഇംപ്രൂവ് ചെയ്യാന്നൊക്കെ ഉള്ളൂ. ടാക്കിൾ ചെയ്യുക മീൻസ് സോൾവ് സംതിങ് അല്ലേ. ഓക്കെ, യാ. ദ പാർട്ട് ഓഫ് ദ മെഷീൻ ഇസ് ടെനുവസ്. പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഇസ് കാലിബ്രേറ്റഡ് അറ്റ് പ്രോപ്പർ ടൈം. ഓൾ റൈറ്റ്, യാ, ഗ്രേറ്റ്. മൂവിങ് ഓൺ. അൺറാവൽ. എന്താണ് അൺറാവൽ എന്ന് പറഞ്ഞാൽ അർത്ഥം? അൺറാവൽ മീൻസ് അൺഡു. അൺഡു ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കെട്ട് കുടുങ്ങി കിടക്കുന്ന സാധനത്തിനൊന്ന് അഴിക്കുക, അതിനെയാണ് അൺഡു ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലേ. സോ അൺറാവൽ മീൻസ് അൺടാങ്കിൾ അല്ലേ. കുടുങ്ങി കിടക്കുന്ന സാധനത്തെ നമ്മൾ എന്ത് ചെയ്യും? അഴിച്ച് ചുരുളഴിക്കുക എന്നൊക്കെ പറയും. അൺറാവൽ ദ ട്രൂത്ത് കേട്ടിട്ടില്ലേ? ചുരുളഴിക്കുക, ദാറ്റ് ഇസ് അൺടാങ്കിൾ, അൺഡു എന്നൊക്കെ പറയാം അൺറാവലിന്റെ മീനിങ്. വേറെ ഉണ്ട് റിസോൾവ് ചെയ്യുക അല്ലേ. അൺറാവൽ ദ പ്രോബ്ലം, അൺറാവൽ ദി ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞാൽ റിസോൾവ് ഇറ്റ്, സോൾവ് ചെയ്യുക അല്ലെ. ട്രബിളൊക്കെ റിസോൾവ് ചെയ്യുക, ദാറ്റ് ഇസ് അൺറാവൽ. വർക്ക്ഔട്ട് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം എന്നൊക്കെയാണ് അൺറാവൽ എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, ക്ലിയർ? അടുത്തതാണ് കൺസ്ട്രെയിൻ. കൺസ്ട്രെയിൻ പറയുമ്പോൾ ഒരു കാര്യം ഓർത്ത്, കൺസ്ട്രെയിൻ ഇസ് എ വേർബ്. കൺസ്ട്രെയിൻ വേർബ് ആണ്. അപ്പൊ നൗൺ ഉണ്ടോ? അതിന് ഉണ്ട്, അതിനൊരു നൗൺ ഉണ്ട്. കൺസ്ട്രെയിൻറ്റ് ആണ് നൗൺ. ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം കൺസ്ട്രെയിൻറ്റ് ആണ് നൗണ്. കൺസ്ട്രെയിൻ വേർബ്, ടി ഉണ്ടെങ്കിൽ അത് നൗൺ ആണ്. ഇതുപോലെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യമുണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഓർത്ത് വേണ്ട കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. ഞാൻ നിങ്ങളോട് എപ്പോഴും ക്ലാസ്സിൽ പറയുമ്പോൾ അല്ലേ, എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് ഇതാ. റിസ്ട്രെയിൻറ്റ് നൗൺ ആണ്. കംപ്ലൈൻറ്റ് നൗൺ ആണ് അല്ലേ, ഓർത്തോണേ. അതുപോലെ തന്നെ ഇവയ്ക്ക് വേർബ് ഫോർമുലേഷൻ ഉണ്ടോ? ഉണ്ട്. റിസ്ട്രെയിൻ ചെയ്യുക അല്ലേ, കൺട്രോൾ ചെയ്യുക. റിസ്ട്രെയിൻ ചെയ്യുന്ന തടസ്സപ്പെടുക, പ്രൊഹിബിറ്റ് ചെയ്യുക അല്ലേ. റിസ്ട്രെയിൻ ചെയ്യുക, ഇറ്റ്സ് എ വേർബ്. ഓക്കെ. കംപ്ലെയിൻ, പരാതിപ്പെടുക, വേർബാണ്. ടി ഉണ്ടെങ്കിൽ നൗണ്, ടി ഇല്ലെങ്കിൽ വേർബ്. അത് ഓർത്ത് വെച്ചോളൂല്ലോ. അപ്പൊ കൺസ്ട്രെയിൻ ഇവിടെ വേർബാണ്. സോ കമ്പൽ, ഫോഴ്സ്, കൊയേഴ്സ്, അതായത് ത്രട്ടൻ ചെയ്യില്ലേ, ഫോഴ്സ്ഫുള്ളി ത്രട്ടൻ ചെയ്യുക, അതിനാണ് കൊയേഴ്സ് എന്ന് പറയാം. ഓർ കൺസ്ട്രെയിൻ വേറെ അർത്ഥമുണ്ട്, റെസ്ട്രിക്ട് ചെയ്യാം, ലിമിറ്റ് ചെയ്യുക, കേർബ് ചെയ്യുക അല്ലെ, കൺട്രോൾ ചെയ്യുക അല്ലേ, അതല്ലേ കൺട്രോൾ, അതാണ് കൺസ്ട്രെയിൻ. കൺട്രോൾ ചെയ്യുക, കേർബ് ചെയ്യുക, ലിമിറ്റ് ചെയ്യുക, റിസ്ട്രിക്ട് ചെയ്യുക എന്നൊക്കെ അർത്ഥവും കൂടെ ഉണ്ട്. കമ്പൽ ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട്, കമ്പൽ നിർബന്ധിക്കാണ് ഒരു കാര്യത്തിൽ, കൺസ്ട്രെയിൻ സമ്മൺ എന്നർത്ഥമുണ്ട്, അല്ലാതെ റിസ്ട്രിക്ട് ചെയ്യുക എന്നൊരു അർത്ഥവും ഉണ്ട്. ഓക്കെ, അടുത്തത് മാൻഡേറ്റ്. മാൻഡേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം നൗൺ ആയിട്ടും വേർബ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മാൻഡേറ്റ് മീൻസ് ഇൻസ്ട്രക്ഷൻ, ഡിറക്റ്റീവ്, അതോറിറ്റി, അപ്രൂവൽ അല്ലേ. മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ അപ്രൂവൽ, അതോറിറ്റി എന്നൊക്കെ പറയാം. മാൻഡേറ്ററി അതിന്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ്, അറിയാലോ. അപ്പോൾ മാൻഡേറ്റ് എന്ന വേർബ് പറയുമ്പോൾ എന്ത് വരും? ഓതറൈസ് ചെയ്യുക, അപ്രൂവ് ചെയ്യുക അല്ലേ. ഓതറൈസ് ചെയ്യുക, അപ്രൂവ് ചെയ്യുക എന്നൊക്കെയാണ് മാൻഡേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥം. ഓക്കെ, അതൊന്ന് ക്ലിയർ ആയിട്ട് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ആൻഡ് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ മാൻഡേറ്ററി അറിയാം നിങ്ങൾക്ക്, അതിന്റെ നൗൺ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ് മാൻഡേറ്ററി. ഇറ്റ്സ് മാൻഡേറ്ററി ടു ഡു ഇറ്റ്. ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്, അറിയാവുന്നതാണ്, നമ്മൾ ക്ലാസ്സിൽ എപ്പോഴും പറയുന്നതാണ്. ഒബ്ലിഗേറ്ററി, റിക്വയർഡ്, നെസസറി എന്നൊക്കെ പറയുന്ന സാധനമാണ് മാൻഡേറ്ററി അല്ലെ. ഇറ്റ്സ് മാൻഡേറ്ററി ടു വെയർ ഹെൽമെറ്റ് വൈൽ യു റൈഡ് മോട്ടോർസൈക്കിൾ. നെക്സ്റ്റ് വൺ, ക്രെഡിബിലിറ്റി. യു നോ വാട്ട് ക്രെഡിബിലിറ്റി ഈസ്? ക്രെഡിബിലിറ്റി നമ്മുടെ എഡിറ്ററിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വാക്കാണ്. ഒരുപാട് നാളായി, കുറച്ച് നാളായി ഇപ്പം ഒന്ന് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. സോ ക്രെഡിബിലിറ്റി ഇസ് നൗൺ. ക്രെഡ് എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ റൂട്ട് വേർഡ് പഠിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങളെ പഠിച്ചു. ക്രെഡ് എന്ന വാക്കിന്റെ അർത്ഥം ട്രസ്റ്റ് അല്ലെങ്കിൽ ഫെയ്ത്ത് എന്നാണ് അർത്ഥം. വിശ്വാസം, അതല്ലേ എല്ലാം. ക്രെഡ് എന്ന റൂട്ട് വേർഡിന്റെ അർത്ഥം ട്രസ്റ്റ് എന്നാണ്. സോ ക്രെഡിബിലിറ്റി മീൻസ് ട്രസ്റ്റ് വേർദിനെസ്, വിശ്വാസ്യത, അല്ലെങ്കിൽ റിലയബിലിറ്റി. ഇവനെ വിശ്വസിക്കാം, വിശ്വാസ്യത അല്ലെ, റിലയബിലിറ്റി അല്ലെങ്കിൽ പ്ലോസിബിലിറ്റി അല്ലേ. കുഴപ്പമില്ല, ഇതെന്താ പറയുന്നത്? പ്ലോസിബിൾ ആണ്, ഇത് നടക്കും, കാര്യങ്ങളൊക്കെ നടക്കും, ഒരു വിശ്വാസം നമുക്കുണ്ടല്ലോ, ദാറ്റ് ഈസ് പ്ലോസിബിലിറ്റി. സോ ക്രെഡിബിലിറ്റി മീൻസ് ട്രസ്റ്റ് വേർദിനെസ്, റിലയബിലിറ്റി, പ്ലോസിബിലിറ്റി എന്ന വാക്കാണ്. ഓക്കെ, അടുത്ത വാക്ക് പൊട്ടൻഷ്യൽ.
പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നൗൺ ആയിട്ടും അഡ്ജക്റ്റീവ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പൊട്ടൻഷ്യൽ മീൻസ് പോസിബിലിറ്റി, ചാൻസ് അല്ലെ, പോസിബിലിറ്റി ആണ്. കേപ്പബിലിറ്റിയും പറയും അല്ലേ, യു ഹാവ് ദ പൊട്ടൻഷ്യൽ ടു ഡു ഇറ്റ്, നിനക്കത് പറ്റും, നിന്നെക്കൊണ്ട് സാധിക്കും. യു ഹാവ് ദ എബിലിറ്റി ടു ഡു ഇറ്റ് അല്ലെ, കേപ്പബിലിറ്റി അല്ലെങ്കിൽ നിന്റെ എബിലിറ്റി, കേപ്പബിലിറ്റി, അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് പറയാം അല്ലേ. അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പോസിബിൾ ആണല്ലേ, പോസിബിൾ, പൊട്ടൻഷ്യൽ ആക്ഷൻ, ലൈക്ലി, ചാൻസ് ഉണ്ടല്ലേ, അതിനെയാണ് പൊട്ടൻഷ്യൽ എന്ന അഡ്ജക്റ്റീവിന്റെ മീനിങ്. ക്ലിയർ ഐ ഗസ്. അപ്പോൾ നമുക്കിനി സെന്റൻസിലോട്ട് പോകാം. കുറച്ച് നേരമായി നമ്മൾ വേർഡ്സുകൾ പറയുന്നു. ഓക്കെ, സോ you have to calibrate your knowledge to crack the exams. Okay, all right, revealing. Okay, yes, unravel ne reveal എന്നൊരു അർത്ഥം ഉണ്ട്. Yeah, giving additional charge of that scheme was a brunt for me. Okay, yes, all right. I'm working in an electronic firm. We do calibrate at the final stage of production. Great, Ragesh. Before you are going to a new job, അല്ലെങ്കിൽ ബിഫോർ യു ഗോയിങ് ടു പറയില്ല. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഇന്നാള് നമ്മുടെ ടെൻസിന്റെ ചാപ്റ്റർ പറഞ്ഞു നിൽക്കുന്നുണ്ടോ, ബിഫോർ എന്ന പ്രിപ്പോസിഷനോ കൺജങ്ഷനോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്ക് സിമ്പിൾ പ്രസന്റ് ഉപയോഗിച്ചാൽ മതി. ബിഫോർ യു ഗോ, നീ പോകുന്നതിന് മുമ്പ്, ബിഫോർ യു ഗോ ഡ്രിങ്ക് സം വാട്ടർ, ബിഫോർ യു ഗോ ടേക്ക് യുവർ ബ്രേക്ക്ഫാസ്റ്റ്, ബിഫോർ യു ഗോ ഈറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്, ബിഫോർ യു ഗോ ജസ്റ്റ് കോൾ ഹിം, ബിഫോർ യു ഗോ ഷട്ട് ദ ഡോർ, ബിഫോർ യു ഗോ ഓപ്പൺ ദ ഡോർ, ഓർ ബിഫോർ യു ഗോ സ്വിച്ച് ഓൺ ദ ലൈറ്റ്സ്. ബിഫോർ യു ഗോ എല്ലാം പ്രസന്റ് ടെൻസിലാണ് പറയുക, ഒരു കണ്ടീഷൻ ആയിട്ടാണ് പറയുന്നത്. സോ ബിഫോർ യു ഗോ ടു എ ന്യൂ ജോബ്, കേട്ടോ, ബിഫോർ യു ഗോ ടു എ ന്യൂ ജോബ്, കോമ, കാലിബ്രേറ്റ് യുവർ ഐഡിയാസ് ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ഇംപ്രസ് ദി മാനേജർ. ഓൾ റൈറ്റ്. ഡോണ്ട് കൺസ്ട്രെയിൻ ഹിസ് വർക്ക് what is doing now. His work that he is doing now. ഈ വോട്ട് എന്ന റിലേറ്റീവ് പ്രൊനൗൺ, അശ്വതി ഒന്ന് ശ്രദ്ധിക്കണേ, വോട്ട് എന്ന റിലേറ്റീവ് പ്രൊനൗൺ എന്താണെന്ന് അറിയില്ലാത്ത കേസിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. ഇവിടെ നമുക്കറിയാം വർക്ക്, അവന്റെ വർക്ക് കൺസ്ട്രെയിൻ ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ വോട്ട് ഉപയോഗിക്കരുത്, ദാറ്റ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ പറയണം, ഡോണ്ട് കൺസ്ട്രെയിൻ വാട്ട് ഹീസ് ഡൂയിങ് നൗ. അതാണ് കറക്റ്റ്. അവിടെ വർക്ക് ഇല്ലായിരുന്നെങ്കിൽ വോട്ട് കറക്റ്റാണ്. ഡോണ്ട് കൺസ്ട്രെയിൻ വാട്ട് ഹീസ് ഡൂയിങ് നൗ, ഡോണ്ട് റെസ്ട്രിക്ട് വാട്ട് ഹീസ് ഡൂയിങ് നൗ. അവൻ എന്താണോ ചെയ്യുന്നത് അതിനെ നീ കൺസ്ട്രെയിൻ ചെയ്യാതെ, റെസ്ട്രിക്ട് ചെയ്യാതെ എന്നർത്ഥം. കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഉണ്ടെങ്കിൽ അവിടെ വോട്ട് ഉപയോഗിക്കരുത്. അതായത് എന്താണ് എന്ന് നമ്മളവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വോട്ട് എന്ന യൂസേജ് ഗ്രാമാറ്റിക്കലി തെറ്റാണ്. അപ്പോൾ അവിടെ റിലേറ്റീവ് പ്രൊനൗണായി വോട്ട് ഉപയോഗിക്കരുത്. യു ക്യാൻ യൂസ് ഇറ്റ് ലൈക്ക് ദിസ്, ഡോണ്ട് കൺസ്ട്രെയിൻ ഹിസ് വർക്ക് ദാറ്റ്. അപ്പോൾ അത് പെർട്ടിക്കുലറൈസ് ചെയ്ത് പറയാം, അത് അല്ലെങ്കിൽ വിച്ച്. ദാറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് ഡിമോൺസ്ട്രേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാം, ദാറ്റ് എന്നർത്ഥം, അല്ലെങ്കിൽ വിച്ച് കൊടുത്തോ, വിച്ച് ഹീസ് ഡൂയിങ് നൗ, അത് കറക്റ്റാണ്. ഓക്കെ, ഐ ഗെസ് ദാറ്റ് ഇസ് ക്ലിയർ ടു യു, അശ്വതി. അടുത്തത്, സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മീഷൻ ഫോർ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം കംസ് forward with an action to unravel the illegal dumping of waste in Kerala. Okay. The mandate by the teacher constrained us from doing things as we like. Okay. The tenuous change in the graph is a proof that we are unraveling the current problems and it makes us credible and constrained to work more. Great. He found it hard to unravel the issue. All right. Don't underestimate my credibility. Great. India has its own financial credibility. Yes. She was constrained ആണോ നീതു? വീണ്ടും തെറ്റിച്ചു. വാസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ V3 ഫോം വേണ്ടേ? പാസിവൈസേഷൻ വേണമെങ്കിൽ പാസിവൈസേഷൻ വേണ്ടേ? പാസീവ് ഫോമിലോട്ടാണ് കൊടുക്കുന്നതെങ്കിൽ B+V3 ഫോം. ഇവിടെ ഷീ വാസ് കൺസ്ട്രെയിൻഡ് ആണ് അല്ലെ? ഷീ വാസ് കൺസ്ട്രെയിൻഡ്, അവൾ കൺസ്ട്രെയിൻ ചെയ്യപ്പെട്ടു. ആരോ കൺസ്ട്രെയിൻ ചെയ്തു അവളെ അതല്ലേ? സോ ഷീ വാസ് കൺസ്ട്രെയിൻഡ് ടു ഗോ ഫോർ ജോബ് ഡ്യൂ ടു അൺഈസിനെസ് ഇൻ ലൈഫ്. കേട്ടോ നീതു? ഷീ വാസ് കൺസ്ട്രെയിൻഡ്, B+V3 ഫോം. ഓൾ റൈറ്റ്. അടുത്തത്, unraveling the murder case is constrained by the mandate which is gonna waste the potential of officers. ഒരു കാര്യമുണ്ട് കമ്മവിച്ച്, നമ്മുടെ ഗോണ എന്ന യൂസേജ് വളരെ ഇൻഫോർമൽ യൂസേജ്. ഡോണ്ട് യൂസ്. ഗോയിങ് ടു ആണ് അതിന്റെ. ഗോയിങ് ടുന്റെ ഷോർട്ട് ഫോം ആണ് ഗോണ അല്ലെ? ഗോയിങ് ടു, ഗോണ. അപ്പോൾ ഒരു വോണ്ട് ടു, ഐ വോണ്ട് ടു ഡു ഇറ്റ്, വോണ, ഐ വോണ്ട് ഡു ഇറ്റ് അല്ലെ? ഈ ഷോർട്ട് ഫോംസ് നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ യു ക്യാൻ യൂസ് ദാറ്റ്, നമ്മുടെ എഴുത്തിൽ അത് ഉപയോഗിക്കരുത്, ദാറ്റ്സ് റോങ്. പിന്നെ ലെറ്റ് മീ ചെക്ക് ഇറ്റ്, നമ്മൾ അതിന് പറയുന്ന ഷോർട്ട് ഫോം എന്താ? ലെമി ചെക്ക് ഇറ്റ്. വോണ, ലെമി, ഗോണ എന്നൊക്കെ പറയുന്ന. അതുപോലെ ഐ ഡോണ്ട് നോ എന്ന് പറയുമ്പോൾ ഡോണോ, അറിയാലോ? ഇതൊക്കെ ഷോർട്ട് ഫോംസ് ആണ്. യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ സ്പോക്കൺ ഇംഗ്ലീഷ്, നോട്ട് ഇൻ റൈറ്റിംഗ്സ്. കേട്ടോ, ശ്രദ്ധിക്കാം. Next one is, it's important for world peace that Russia, USA and the NATO nations unravel the knot in the boundary of Ukraine. Ukraine രണ്ട് കൈ ഇല്ലാട്ടോ ജസ്റ്റിൻ, before it leads to a war. Clear. Great. Yes.
I should calibrate my tenuous areas without much brunt for unraveling my potentiality. Great. I have potential to unravel this problem. Great. She chased that story to unravel the mystery behind it. Okay. Credibility for a business is mandatory. Yes, it is. As we got mandate to implement the scheme, house maintenance for vulnerable communities, we became proud of the credibility that government gave us. Great. Government constrained the transmit of people during the lockdown. Yes. The constraints imposed by the management lacks alla. Lack. Nina, ഇവിടെ ഏതാ നമ്മുടെ സബ്ജക്റ്റ്? കൺസ്ട്രെയിൻസ്, ലിമിറ്റേഷൻസ് അല്ലെ? എസ്. അപ്പൊ പ്ലൂറൽ ആണ്. സബ്ജക്റ്റ് പ്ലൂറൽ എങ്കിൽ വെർബ് പ്ലൂറൽ വേണ്ടേ? അപ്പൊ ലാക്സ് അല്ല. ദ കൺസ്ട്രെയിൻസ് imposed by the management lack credibility. Okay, European nations are trying to unravel the conflict between Russia and Ukraine in their maximum potential ways for mandatory for their existence. Which is mandatory for their existence? അവിടെ for mandatory അല്ലെങ്കിൽ ഫോർ എന്ന് കൊടുക്കുവാണെങ്കിൽ കൺജങ്ഷൻ ആണെങ്കിൽ അടുത്ത് ഇത് വേണ്ട, ഇത് കൊടുക്കണം ഫോർ. That is mandatory. ഇങ്ങനെ കൊടുക്കാം കേട്ടോ ഹരി. European nations are trying to unravel the conflict between Russia and Ukraine in their maximum potential ways for, that is mandatory for their existence. Okay, existence അല്ല existence കേട്ടോ ഹരി. You cannot unravel your wrongdoings in the past. All right. It is mandate to follow the COVID rules. It is mandate എന്ന് പറയില്ല. It is mandatory. Okay, it is mandatory. It is instruction. No, it is directive. No, it is authority. No, it is approval. എന്നാണോ നമ്മൾ പറയാ? അല്ല. It is mandatory. അവിടെ adjective വേണ്ടേ? നിർബന്ധമായിട്ടും പാലിക്കണം എന്നല്ലേ? അപ്പൊ എന്ത് പറയണം? It is mandatory to follow COVID rules whenever we are out to safeguard our life. Else, there will be a potential chance to get hospitalized. കേട്ടോ നീതു? I guess that is clear to you. Moving on to next set of synonyms. അടുത്ത synonyms, frenzy. എന്താണ് ഫ്രൻസി എന്ന വാക്കിന്റെ അർത്ഥം? ഫ്രൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഒരു വിഭ്രാന്തി. അതാണ് ഫ്രൻസി എന്ന് പറയുന്നത്. അതായത് ഹിസ്റ്റീരിയ, ആകപ്പാടെ ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു അവസ്ഥ, നമ്മൾ ഒന്ന് ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥ. ദാറ്റ് ഈസ് ഫ്രൻസി. അല്ലെങ്കിൽ മാഡ്നസ്. ഹിസ്റ്റീരിയ, മാഡ്നസ്, മാനിയ അല്ലെ? മാനിയ പറയാറില്ലേ? ഇന്ന മാനിയ, ആ മാനിയ ഒക്കെ പറഞ്ഞിട്ടില്ലേ? സോ മാനിയ ഈസ് ഭ്രാന്ത് അല്ലെ? ഒരു വിഭ്രാന്തി. അല്ലെങ്കിൽ ഇൻസാനിറ്റി. സാനിറ്റി എന്ന് പറഞ്ഞാൽ ബോധമുള്ള അവസ്ഥ, ഇൻസാനിറ്റി ബോധമില്ലാത്ത അവസ്ഥ അല്ലെ? അറിയില്ലേ സെയിൻ എന്ന വാക്ക്? അഡ്ജക്റ്റീവ് ഇതിന്റെ സെയിൻ, ഇൻസെയിൻ അറിയാലോ? അറിയാം. ഓക്കെ, അടുത്തത് ഫ്ലാങ്ക്. കഴിഞ്ഞ ദിവസം നമ്മളൊരു സ്പോട്ട് ദ എറർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ, ഇവിടുത്തെ എഡിറ്റോറിയൽ തന്നെ ചെയ്തപ്പോൾ ഫ്ലാങ്സ് ഓഫ് ഷിപ്പ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എങ്ങാണ്ട് ഫ്ലാങ്സ് ഓഫ് സംതിങ്, ഫ്ലാങ്സ് ഓഫ് ഷിപ്പോ, ഫ്ലാങ്സ് ഓഫ് യൂറോപ്പ്, ഫ്ലാങ്സ് ഓഫ് യൂറോപ്പ്. അപ്പോൾ ഫ്ലാങ്സ് ആണ് തെറ്റെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഫ്ലാങ്ക് എന്ന വാക്ക് പ്ലൂറൽ സിംഗുലർ ആയിട്ട് ഉപയോഗിക്കും, ബിക്കോസ് ഇറ്റ്സ് എ നൗൺ. അത് നൗൺ ആണ്, അതുകൊണ്ട് സിംഗുലറായിട്ടും പ്ലൂറലായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഫ്ലാങ്ക് എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം എന്ന് അറിയോ? സൈഡ്, ഒരു ഭാഗം. ക്വാർട്ടർ, ആസ്പെക്ട്, സൈഡ് എന്നൊക്കെയാണ് ഫ്ലാങ്ക് എന്നർത്ഥം. അപ്പം സൈഡ്സ് എന്ന് പറയാൻ ഫ്ലാങ്സ് ഉപയോഗിക്കാം, ക്വാർട്ടേഴ്സ് എന്ന് പറയാൻ ഫ്ലാങ്സ് ഉപയോഗിക്കാം, ആസ്പെക്ട്സ് എന്ന് പറയാൻ ഫ്ലാങ്സ് ഉപയോഗിക്കാം. നൗൺ അല്ലേ? ഉപയോഗിക്കാം. ഫ്ലാങ്ക് ഒരു വേർബും കൂടിയാണ്, വേർബാണ്. അപ്പോൾ അവർക്ക് എഡ്ജ് സംതിങ്, അതായത് സൈഡ് തിരിച്ച് മാറ്റി ബൗണ്ടറി, ഒരു ലൈൻ ഇടുവാണ് അവിടെ, ഒരു ലൈൻ ഇടും, ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ. ലൈൻ, ബോർഡർ, എഡ്ജ് എന്നൊക്കെ ഫ്ലാങ്ക് എന്ന വേർബിനുണ്ട് കേട്ടോ. വേർബിന് അർത്ഥമുണ്ട്, കാരണം ഓൾറെഡി സൈഡ് അല്ലേ. അപ്പോൾ എഡ്ജ് ചെയ്യുക, ബൗണ്ട് ചെയ്യുക, ലിമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബോർഡർ ചെയ്യുക എന്നൊരർത്ഥം നമ്മുടെ ഫ്ലാങ്കിനുണ്ട്. ഓർത്ത് വെച്ചോണേ അത്. അടുത്ത വാക്ക് ഈസ് ലെവറേജ്. നിങ്ങൾക്കറിയാം ലെവറേജ്, നമ്മൾ ലെവറേജ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നൗൺ ആയിട്ട് ലെവറേജിന് ഗ്രിപ്പ്, പർച്ചേസ്, ഹോൾഡ്, സപ്പോർട്ട് എന്നൊക്കെ അർത്ഥമുണ്ട്. ഓക്കെ, ലെവറേജ് റിലേറ്റഡ് ടു ബിസിനസ്, കോമേഴ്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ലെവറേജിനെ പറ്റി. പിന്നെ ലെവറേജ് ഉണ്ട് ബോറോ മണി. ലെവറേജ് എന്ന് പറഞ്ഞാൽ, ലെവറേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ബോറോ മണി എന്നൊരർത്ഥമുണ്ട് കേട്ടോ. വേർബ് ബോറോ മണി, ബിസിനസ്സിന് വേണ്ടി ബോറോ മണി, അതാണ് കടം മേടിക്കുക. ആ ഒരു അർത്ഥം ലെവറേജിന് എന്ന വേർബിനുണ്ട്. പിന്നെ യൂട്ടിലൈസ് ചെയ്യുക അല്ലെ? യൂട്ടിലൈസ് ഫോർ ആൻ അഡ്വാൻറ്റേജ്, ഒരു നല്ല കാര്യത്തിന് വേണ്ടി, ഫോർ ദ ബെനിഫിറ്റ്. യൂട്ടിലൈസ് ഫോർ ബെനിഫിറ്റ്, യൂട്ടിലൈസ് ഫോർ അഡ്വാൻറ്റേജ് എന്ന ലെവറേജ് എന്ന വേർബിനുണ്ട്. ലെവറേജ് വേർബാണ്. ബോറോ മണി, അല്ലെങ്കിൽ യൂട്ടിലൈസ് ഫോർ ദ അഡ്വാൻറ്റേജ്, യൂട്ടിലൈസ് ഫോർ ദ ഗുഡ്, യൂട്ടിലൈസ് ഫോർ ദ ബെനിഫിറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അല്ലെങ്കിൽ ലെവറേജ് എന്ന വാക്ക് നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഗ്രിപ്പ്, പർച്ചേസ്, അല്ലെങ്കിൽ ഹോൾഡ്, സപ്പോർട്ട് എന്നൊക്കെയാണ് ലെവറേജ് എന്ന വാക്കിന്റെ അർത്ഥം. ക്ലിയർ ഐ ഗസ്? അടുത്ത വാക്ക് റിവൈവ്. റിവൈവ് ചെയ്യുക. ഈ വാക്ക് ഓർത്ത് വെച്ചോണേ. കഴിഞ്ഞ തവണ കൺഫ്യൂസിങ് വേർഡ്സിൽ ഞാൻ തന്നെ നിങ്ങളോട് ചോദിച്ചാണ് റീസ്റ്റോർ എന്നതും റിവൈവും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് ആലോചിച്ച് നോക്കണം. റീസ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ റീസ്റ്റോർ ചെയ്തെടുക്കുന്നത്, നമ്മൾ ഒരു നോൺ ലിവിങ് തിങ്ങിനെയാണ് റീസ്റ്റോർ ചെയ്യുക. റീസ്റ്റോർ ചെയ്യുക ഇത് തന്നെ അർത്ഥമാണ്. പുനരാവിഷ്കരണം അല്ലേ? പുനരാവിഷ്കരണമാണോ, പുനർസ്ഥാപനവും എന്തൊക്കെ പറയില്ല, മനസ്സിലായി. വീണ്ടും നമ്മൾ ഇതിനെ സ്ഥാപിച്ചെടുക്കുകയാണ് അല്ലേ?
ആ ഒരു കാര്യത്തെ നമ്മൾ സ്ഥാപിച്ചെടുക്കുക. അപ്പോൾ എന്താ പറയുക, ഒരു ബിൽഡിംഗ് ഒക്കെ റീസ്റ്റോർ ചെയ്യാൻ നമ്മൾ പറയും. ബിൽഡിംഗ് അല്ലേ, നോൺ ലിവിങ് കാര്യമാണ് യു ക്യാൻ റീസ്റ്റോർ. നോൺ ലിവിങ് തിങ്സ് ഇല്ലേ, നോൺ ലിവിങ്, എസ്പെഷ്യലി നോൺ ലിവിങ്ങിൻ്റെ കൂടെ നമ്മൾ എന്താ പറയുക, കൺസ്ട്രക്ഷൻ സാധനമില്ലേ, ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഒരു ടെമ്പിൾ അല്ലെങ്കിൽ ഒരു ചേർച്ച് അല്ലെങ്കിൽ ഒരു ബാങ്ക്, അങ്ങനെ ബിൽഡിംഗ് ഉണ്ടല്ലോ, സ്കൂള്, കോളേജ്, അതൊക്കെ ബിൽഡിങ്സ് ആണെങ്കിൽ യു ക്യാൻ റീസ്റ്റോർ അല്ലെ, നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഡേറ്റ റീസ്റ്റോർ ചെയ്തെടുക്കാന്ന് പറയില്ലേ, ഡേറ്റ ഒക്കെ റീസ്റ്റോർ ചെയ്തെടുക്കുക എന്നൊക്കെ പറയില്ലേ. നോൺ ലിവിങ് ആയ കാര്യങ്ങൾ റീസ്റ്റോർ ചെയ്തെടുക്കുക എന്ന് പറയും. ഡേറ്റ റീസ്റ്റോറേഷൻ, റെസ്റ്റോറേഷൻ ആൻഡ് ഇതുപോലെ ബിൽഡിംഗ് റെസ്റ്റോറേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഫോർട്ട് റീസ്റ്റോർ ചെയ്യുക എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. മോണുമെന്റ്സ് ഒക്കെ റീസ്റ്റോർ ചെയ്യാറിയായിരിക്കും. പുനരുദ്ധീകരിക്കുക എന്നാണോ? ഓക്കെ, പുനരുദ്ധീകരിക്കുക, പുനരുദ്ധാരണം. താങ്ക് യു. റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ പുനരുദ്ധാരണം. ഓക്കെ, താങ്ക് യു. അടുത്തത് റിവൈവ് ആണ്. റിവൈവ് എന്ന വാക്കിന്റെ വ്യത്യാസമുണ്ട്, ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. സോ റിവൈവ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ പറയാ, പുനർജീവിപ്പിക്കുക എന്നുള്ളതാണ്. റിവൈവ്, റീവൈറ്റലൈസ് ചെയ്യുക, അതായത് ജീവൻ കൊടുക്കുക ചെയ്യും നമ്മൾ. റീസസിറ്റേറ്റ്, ലൈഫ് കൊടുക്കുകയാണ്. വിവ് എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ, മോഡസ് വിവെന്റി, ഞാൻ നിങ്ങളോട് പറഞ്ഞ ഓർമ്മയുണ്ടോ? വിവ് എന്ന വാക്ക് ഈസ് എ റൂട്ട് വേർഡ് ആണ്, നമ്മുടെ ലാറ്റിൻ വേർഡാണ്. എന്താ പറയാ, വിവെന്റി. മോഡസ് വിവെന്റിയിലെ വിവ് എന്ന വാക്ക് അർത്ഥം എന്താ, ഞാൻ നിങ്ങളോട് നാളെ പറഞ്ഞിട്ടുണ്ട്. ഐ ഗെസ് യു റിമെമ്പർ. വിവ് എന്ന വാക്കിന്റെ അർത്ഥം ലൈഫ്, ജീവൻ എന്നാണ് അർത്ഥം, ലൈഫ് എന്നാണ്. സോ വിവ് എന്ന വാക്ക് ലൈഫ് കൊടുക്കുക, ജീവൻ കൊടുക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ റീഗെയിൻ കോൺഷ്യസ്നെസ് എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. തിരിച്ചു വരിക, ബോധം വരിക, തിരിച്ച് സ്വബോധത്തോട് വരിക. റീസസിറ്റേറ്റ്, വിഗറേറ്റ്, ജീവൻ, അല്ലെ, പുനർജീവിക്കുക. റീവൈറ്റലൈസ് അല്ലെങ്കിൽ വിവ്, കണ്ടോ, റീവൈറ്റലൈസ്, റീഇൻവിഗറേറ്റ്, റീസസിറ്റേറ്റ് എന്നൊക്കെയാണ് റിവൈവ് എന്ന വാക്കിന്റെ അർത്ഥം അല്ലെ. നമ്മളൊരു കാര്യം റിവൈവ് ചെയ്തെടുക്കുക എന്ന് പറയില്ലേ. അപ്പം റിവൈവൽ എന്തൊരു ഐഡിയോളജി ഒക്കെയാണ് നമ്മൾ റിവൈവൽ പറയും അല്ലെ. റിവൈവൽ ഓഫ് റൊമാൻറ്റിസിസം, റിവൈവൽ ഓഫ് എന്താ പറയാ, എന്തൊരു ഐഡിയോളജി എന്തോ എടുത്തോ അതിന് ജീവൻ കൊടുക്കുകയാണ് നമ്മൾ പറയില്ലേ, എന്തോ ആയിക്കോട്ടെ. റിവൈവൽ ഓഫ് ഫെമിനിസം, റിവൈവൽ ഓഫ് എന്താ പറയാ, എൻലൈറ്റൻമെന്റ്, അങ്ങനെ എല്ലാം നമുക്ക് പറഞ്ഞെടുക്കാം കേട്ടോ. സോ ദാറ്റ് ഈസ് റിവൈവൽ. സോ അപ്പം നൗണ് റിവൈവൽ, റിസ്റ്റോറിന്റെ നൗണ് റെസ്റ്റോറേഷൻ. ഓക്കെ, അടുത്ത ഡിപ്ലോയ്. യു നോ വാട്ട് ഡിപ്ലോയ്മെന്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഡിപ്ലോയ്മെന്റ്. ഓർമ്മയുണ്ടോ? മിലിറ്ററി ട്രൂപ്സ് അവർ ഒരു സ്ഥലത്ത് തമ്പടിക്കുക അല്ലെ, അതിന് ഡിപ്ലോയ്മെന്റ് എന്ന് നമ്മൾ പറയും, നൗണ്. അല്ലെ ഡിപ്ലോയ് എന്ന് പറഞ്ഞാൽ അത് തന്നെ പൊസിഷൻ ചെയ്യുക, സ്റ്റേഷൻ ചെയ്യുക എന്നൊരർത്ഥം. അല്ലാതെ വേറെ അർത്ഥം ഡിപ്ലോയ്ക്കുണ്ടേ. ചില സമയത്ത് നമ്മൾ ഡിപ്ലോയ് എന്ന വാക്ക് വേറെ ഉപയോഗിക്കുന്നുണ്ട്, അതിവിടെയാണ്. യൂസ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. പരമാവധി അത് യൂട്ടിലൈസ് എസ് ഇട്ടതാണ്, പക്ഷേ ബ്രിട്ടീഷ് സ്പെല്ലിംഗ് Z ആണ്, അതുകൊണ്ട് ഇങ്ങനെ വന്നു പോയതാണ്. ഐ എം സോ സോറി. അതിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ട് പിന്നെ അവർ വീണ്ടും വന്നു. സോ ടൈപ്പോ അല്ല, ഇറ്റ്സ് ലൈക്ക് എന്താണ്, ഓട്ടോ കറക്റ്റ്. യൂട്ടിലൈസ് അല്ലെ മേക്ക് യൂസ് ഓഫ് എന്നൊക്കെ ഡിപ്ലോയ്ക്ക് അർത്ഥമുണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പോൾ അടുത്തതാണ് റെസിപ്രോക്കൽ. മാത്സിൽ നിങ്ങൾക്ക് റെസിപ്രോക്കൽ, നൗൺ റെസിപ്രോക്കൽ ഉണ്ട്. ബട്ട് റെസിപ്രോക്കലിനെ പറ്റി മാത്സിൽ കാര്യം നമ്മളോട് ഇംഗ്ലീഷിൽ ചോദിക്കില്ല, റെസിപ്രോക്കൽ ഫംഗ്ഷനെ പറ്റിയും ചോദിക്കില്ല. ബട്ട് വാട്ട് ഈസ് റെസിപ്രോക്കൽ? നിങ്ങൾക്കറിയാം റെസിപ്രോക്കൽ പ്രൊനൗൺ ഉണ്ട്, നിങ്ങൾക്കറിയില്ല റെസിപ്രോക്കൽ പ്രൊനൗൺ? രണ്ട് റെസിപ്രോക്കൽ പ്രൊനൗൺ ഉണ്ട്, ഈച്ച് അതർ ആൻഡ് വൺ അനദർ. അങ്ങനെ രണ്ട് റെസിപ്രോക്കൽ പ്രൊനൗൺ ഇംഗ്ലീഷിലുള്ളൂ. ദാറ്റ് ഈസ് ഈച്ച് അതർ ആൻഡ് വൺ അനദർ. സോ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം? ഇറ്റ്സ് ആൻ അഡ്ജക്റ്റീവ് ദാറ്റ് മീൻസ് കറസ്പോണ്ടിങ്. അങ്ങോട്ടൊരു പാലോട്ട് ഇങ്ങോട്ടും, കറസ്പോണ്ടിങ് അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലെങ്കിൽ മ്യൂച്വൽ ആണ് അല്ലേ, ഇറ്റ്സ് മ്യൂച്വൽ, അവിടെ ഇങ്ങോട്ടും ഇങ്ങോട്ടും. കോറിലേറ്റീവ്, നമ്മൾ കോറിലേറ്റീവ്സ് പഠിച്ചിട്ടില്ലേ, യൂസ് ഓഫ് കോറിലേറ്റീവ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും അവയ്ക്ക് പരസ്പര പൂരകങ്ങൾ, ദാറ്റ് ഈസ് കോറിലേറ്റീവ്. അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന അഡ്ജക്റ്റീവ് ആണ് എന്താണ്, കോറിലേറ്റീവ്, ഷെയർഡ്, മ്യൂച്വൽ, കറസ്പോണ്ടിങ് എന്നൊക്കെ റെസിപ്രോക്കൽ എന്ന വാക്കിന്റെ അർത്ഥമുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഓക്കെ എന്ന് വിശ്വസിക്കുകയാണേ. അപ്പോൾ എവിടെ എത്തിയായിരുന്നു? കമ്പനി issued the mandate for checking the credibility of the candidates. Okay, we can unravel the COVID protocol only after 0 positive cases is reported. All right. His child went into frenzy when he took away the phone from him. All right. Okay. Renewable പുനഃസ്ഥാപിക്കുക. ഓക്കെ. Restore പുനരുദ്ധാനം. Okay. Thank you Kishore. I'm so frenzy when I was in TCS. All right. I am so frenzy. All right. Revive for living things ആണ് അല്ലേ, അത് തന്നെ. റെനോവേഷൻ നമ്മൾ പറയുന്നത് എന്താ? റെനോവേഷൻ എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിനാണ് പറയുന്നത്, റെനോവേറ്റ് ചെയ്യുക. ബിൽഡിങ്സ് ആ റെനോവേറ്റ് ചെയ്യുള്ളൂ. റീസ്റ്റോർ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ബിൽഡിംഗ് ഒക്കെ റീസ്റ്റോർ ചെയ്യുക, ഡേറ്റ റീസ്റ്റോർ ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അത് പറയുന്ന പോലെ നമുക്ക് ഒരു ബിസിനസ് ഒക്കെ റീസ്റ്റോർ ചെയ്തെടുക്കുക എന്നൊക്കെ പറയും. പിന്നെ ഉണ്ടല്ലോ എന്താ പറയുക, അതിന് റിവൈവ് എന്ന് പറയും ബിസിനസ്സിന്, ബിക്കോസ് ഇറ്റ് ഇസ് സംതിങ് അല്ലേ, അതുകൊണ്ട്.
പിന്നെ റെനോവേഷൻ എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് തന്നെയാണ്, നമ്മൾ വീട് റെനോവേറ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോളൂ ഉണ്ണി. അടുത്ത സഡൻ ഡെത്ത് ഓഫ് ഹിസ് പേരൻസ് ലീഡ്സ് ഹിം ടു കസ്പ് ഓഫ് ഫ്രൻസി. ഓൾ റൈറ്റ്. ഗ്രെയിൻസ് റീസ്റ്റോർ എന്ന് പറയുമോന്നോ? ഗ്രെയിൻസ് റീസ്റ്റോർ ചെയ്യാന്ന് പറയും. അത് പറയും. ഗ്രെയിൻസ് നമ്മൾ വീണ്ടും സ്റ്റോക്ക് ചെയ്ത് വെക്കുക, പറയും. It is created quandary among, confusion among, puzzle among her family members when she stood at the flank of terrace and showed frenzy. All right. Punarjeevanam. Yeah. High leverage of APG shipping lead huge loss in Nifty. High leverage of APG shipping leads to. ലീഡ് കഴിഞ്ഞിട്ട് നേരെ ഇത് പറയാൻ പറ്റും. ലീഡ് ടു സംതിങ്, അതിന് കാരണമായി അല്ലേ. അപ്പൊ അഭിഷേകം മാർക്ക് ലീഡ് ഉണ്ടോ എപ്പോഴും അതിൻ്റെ കൂടെ 2 വേണം. ലിസൺ ഉണ്ടോ അതിൻ്റെ കൂടെ 2 വേണം. അത് രണ്ടും ഒന്ന് ഓർത്ത് വെച്ചോണേ. ലീഡിന്റെ കൂടെ 2 വേണം. ലീഡ് ആണെങ്കിലും ലീഡ്സ് ആണെങ്കിലും ലിസണിന്റെ കൂടെയും 2 വേണം. അത് രണ്ടും ഓർത്തോ. ദേ ആർ നോട്ട് ട്രാൻസിറ്റീവ് വേർബ്. ഇവയുടെ കൂടെ ലീഡ്സ് ടു സംതിങ്, ലീഡ് ടു സംതിങ്, ലിസൺ ടു മീ, ഷീ ലിസൺസ് ടു മീ, അങ്ങനെയൊക്കെ നമ്മൾ പറയും അല്ലേ. ഓർത്ത് വെച്ചോണം. ആ കാര്യം മറന്നുപോയത്. ഈ 2 കാര്യം മനസ്സിലുണ്ടായിരിക്കും. ഈ ബോക്സ് ഒന്ന് കയ്യിൽ വെച്ചോ, ആവശ്യം വന്നാലോ. ഒരു വഴിക്ക് പോകുന്നല്ലോ നമ്മൾ അല്ലേ. ഓർത്ത് വെച്ചോ കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണെന്നറിയോ അഭിഷേക പ്രശ്നം? ഹൈ ലെവറേജ് സിംഗുലർ അല്ലേ. അപ്പൊ അതിന് ലീഡ്സ് ടു ഹ്യൂജ് ലോസ് ഇൻ നിഫ്റ്റി. ഡു നോട്ട് ടേക്ക് എ ഡിസിഷൻ വെൻ യു ആർ ഫ്രൻസി. ഓൾ റൈറ്റ്. leverage the raw material as soon as possible. All right. Make use of the raw material ആയിരിക്കുമല്ലോ ഉദ്ദേശിച്ചേ. Okay. Apart from complacent behavior, her frenzy character surprised him. Okay. Her frenzy made her lose the leverage over the firm. സോഫി, ഈ ലൂസ് ആണോ? ലൂസ് നഷ്ടപ്പെടുത്തുക അല്ലേ? അത് ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മറന്നു പോരുത്. ഈ ലൂസാണ് നഷ്ടപ്പെടുത്തുക. ലൂസ്, ലോസ്റ്റ് അല്ലേ. പക്ഷെ ഈ ലൂസിന്റെ അർത്ഥം എന്താ? ഈ ലൂസും വേർബാ. അഡ്ജക്റ്റീവ് ആയിട്ടുണ്ട്, ബാഗ് എന്ന അർത്ഥമുണ്ട്, അല്ലാതെ ലൂസും വേർബ് ഉണ്ട്, മീനിങ് ഉണ്ട്. എന്താ ലൂസിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം എന്താ? ഫ്രീ അല്ലേ. ഫ്രീ ആക്കുക അല്ലേ. അല്ലെങ്കിൽ എന്താ പറയും നമ്മൾ? അൺലീഷ് ചെയ്യുക, തുറന്നു വിട്, അൺലീഷ്. അതാണ് ലൂസ്. മറന്നുപോയത്. ഫ്രീ സമ്മൺ ഓർ അൺലീഷ് എന്ന് പറയില്ലേ, അതാണ് ലൂസ്. മറന്നുപോയത്. ഇത് മാറിപ്പോകും, രണ്ടും അങ്ങോട്ട് മാറിപ്പോയത് കേട്ടോ. US ഡിപ്ലോയിഡ് ഫ്രം 2000 ഇൻ അഫ്ഗാനിസ്ഥാൻ. ഓക്കെ. ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അഡ്വേർബിൽ റൂൾ ഉണ്ട് കേട്ടോ അഭിഷേകെ. അഡ്വേർബിൽ റൂൾ ഉണ്ടെന്ന് വെച്ചാൽ US ആദ്യം നമ്മൾ ഒരു സ്ഥലത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ സ്ഥലം കഴിഞ്ഞിട്ടേ ടൈം കൊടുക്കാവുള്ളൂ. ഓക്കെ. അപ്പൊ എങ്ങനെ പറഞ്ഞു? US ഡിപ്ലോയിഡ് ഇൻ അഫ്ഗാനിസ്ഥാൻ ഫ്രം 2000 കൊടുക്കണം കേട്ടോ. ഓക്കെ അഭിഷേകെ. US ഡിപ്ലോയിഡ് ഇൻ അഫ്ഗാനിസ്ഥാൻ ഫ്രം 2000. പിന്നെ അഫ്ഗാനിസ്ഥാന്റെ ക്യാപിറ്റലും വേണം. റഷ്യൻ ഫോഴ്സ് ഡിസൈഡഡ് ടു പുൾ ബാക്ക് ഇറ്റ്സ് ഡിപ്ലോയ്മെന്റ് ഫ്രം ഉക്രൈൻ ബോർഡേഴ്സ്. യെസ്. ഓക്കെ. All right. Yes. അടുത്തെന്താണ്? Sleepless nights for feeding mothers brings to a frenzy situation. brings to അല്ല, sleepless nights ആണ്. നീതു നൈറ്റ്സ് പ്ലൂറൽ ആണ്, അപ്പോൾ ബ്രിങ്സ് വരില്ല, bring to. Okay. Government introduced many schemes for the revival of economy after the COVID pandemic. Yes, great. Revival of economy. This pandemic years അല്ലെ. This pandemic years led അല്ലെ. ഇതിന് കാര്യമായെന്നല്ലേ. led to my ഇങ്ങനെ പറയാം. This pandemic സ്പെല്ലിംഗ് PANDEMIC കേട്ടോ. This pandemic years led to my pathetic frenzy state of mind. അങ്ങനെ പറയാം. led to my pathetic frenzy state of mind എന്ന് കൊടുക്കാം. Himalaya act as a flank of India and act as a barrier. അഭിഷേക്, ഹിമാലയ എന്നൊരിക്കലും പറയരുത്. ഹിമാലയ is a mountain range. It's Himalayas, not Himalaya. കേട്ടോ. ഹിമാലയ ആണോ അത്? അല്ല, ഹിമാലയാസ്. കാരണം എന്താ? അതൊരു മൗണ്ടൻ റേഞ്ച് ആണ്. അതിന് ഹിമാലയ എന്ന് പറഞ്ഞ എക്സിസ്റ്റൻസ് ഇല്ല. അത് ഹിമാലയാസ് ആണ് കേട്ടോ. എസ് ഇല്ലെങ്കിൽ തെറ്റും. അവിടെ എസ് ഇട്ട് കൊടുത്തോണേ. ഇറ്റ്സ് ഹിമാലയാസ്, നോട്ട് ഹിമാലയ. മറക്കരുത് കേട്ടോ. ഓക്കെ. അപ്പം ഇങ്ങനെ കൊടുക്കുക. ഹിമാലയാസ് ആക്ട്, അത് റേഞ്ചസ് അല്ലേ. ഹിമാലയാസ് ആക്ടസ് ആസ് ദി ഫ്ലാങ്കൻ, അപ്പോൾ അത് പ്ലൂറൽ ആയിട്ട് വരും. ഹിമാലയാസ് ആക്ടസ് ദി ഫ്ലാങ്കൻ India and act as a barrier. The private bank needs leverage for the revival. Okay. Her father got into an accident when she was deployed in Japan, which led him to a flank of frenzy. Okay.
ഉണ്ണി ഒരു കാര്യം, ഉണ്ണിയുടെ ഒരു സെന്റൻസിന് ഞാനൊരു മാറ്റം വരും, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാട്ടോ ഉണ്ണി സെന്റൻസിൽ, ദ പാൻഡമിക് ഇയർ ലെഡ് മീ ടു എ ഫ്രൻസി. എന്തിന്? ലെറ്റ് സംബഡി ടു അല്ലെ, അങ്ങനെ പറയാം. അതുകൊണ്ട് ലെഡ് മീ ടു എ വെരി പത്തറ്റിക് ഫ്രൻസി സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അത് കറക്റ്റ്. ആ മീ കഴിഞ്ഞിട്ട് ടു ഇട്ട് കൊടുത്താലും കറക്റ്റ് ആവും സെന്റൻസ്. ഒന്ന് കറക്റ്റ് ആകണേ. പിന്നെ reciprocal behavior will help you survive from anywhere. Okay. The farm bills proposed by the government lacked credibility, which apparently forced the authorities to repeal the bills. Okay. Economy of first flank of the financial year was holding down, but the rampant vaccination revived the rest of the year. Yes. Our one's family and the society have reciprocally molding. Have reciprocally. Okay. Have reciprocally molding varilla. Have into good and the vernam. V3 ഫോം വേണം അല്ലേ? അപ്പോൾ ഒന്നെങ്കിൽ ആർ റെസിപ്രോക്കലി മോൾഡിംഗ് ആണ് കറക്റ്റാ. വൺസ് ഫാമിലി ആൻഡ് സൊസൈറ്റി ആർ റെസിപ്രോക്കലി മോൾഡിംഗ് വൺസ് ക്യാരക്ടർ ആണ് കറക്റ്റാ. ഇല്ലെങ്കിൽ എന്ത് വേണമെന്ന് പറയാം? അപ്പോൾ വൺസ് ആഗി വേൾഡ് വൺസ് ഫാമിലി ആൻഡ് സൊസൈറ്റി ആർ റെസിപ്രോക്കലി മോൾഡിംഗ് വൺസ് അല്ല ഹാവ് റെസിപ്രോക്കലി മോൾഡഡ്. ഹാവിനോട് V3 ഹാവ് മോൾഡഡ് വൺസ് ക്യാരക്ടർ. ക്ലിയർ? അതൊന്ന് മാറ്റിക്കണം. ഒന്നെങ്കിൽ ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ ആർ കൊടുത്തിട്ട് ING ഫോം കണ്ടിന്യൂസ് ടെൻസ് കൊടുത്തു. അപ്പോൾ കറക്റ്റാ. ഹാവിൻ്റെ കൂടെ ING ഫോം വരില്ല. അതുപോലെ തന്നെ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ദാറ്റ് കേട്ടോ. റെസിപ്രോക്കൽ കമ്മ്യൂണിക്കേഷൻസ് ഹെൽപ്സ് യു ടു റിവൈവ് യുവർ വോംത്ത് ഓഫ് റിലേഷൻഷിപ്പ്. യെസ്. ഡ്യൂ ടു വിജയ് ഫ്രൻസി, വിജയ് മാഡ്നസ് അതാണ് ഉദ്ദേശിച്ചത്. ഹിസ് ലേറ്റസ്റ്റ് ലിറിക്കൽ വീഡിയോ ലെവറേജസ് 1 crore watch time in 5 hours and it has flanked all the old records on YouTube and Spotify as well as deployed trending number 1. All right. Her parents are trying hard to revive her out of her frenzy nature. Great. Rahul leveraged all his savings for the revival of his father's business. Okay. Yes. Purchase the raw material എന്നാണ് ഉദ്ദേശിച്ചത്. ലെവറേജ്. അപ്പോൾ കറക്റ്റ്. ഓക്കെ, അതാണ്. If you don't convince the judges, then you have little. Then you have little and then you have little what? സുവർണ അവിടെ ഒരു ലിറ്റിൽ എന്ന് പറയുന്നത് ഡിറ്റർമിനറാണ്. അതിനൊരു നൗൺ വേണം കേട്ടോ, എന്നാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. സ്പോക്കൺ ഇംഗ്ലീഷ് ഇതൊക്കെ ഓക്കെയാണ്, പക്ഷേ എഴുത്തിൽ അത് കറക്റ്റ് അല്ല കേട്ടോ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോണേ. By deploying soldiers in the Sachin glacier, it became the highest military post in the world. Okay. If you don't convince the parties, then you have little leverage in negotiations. Kerala has to revive after the floods to leverage the state government allocated funds that affected many lives. Okay. Cow and crow bond is a reciprocal one among the bond between animal species. Yes, Abhishek. The deployment at the hill station was revitalizing for the troop. Yes. Flat earth believers are believing that people are believing that പറയോ? അതെന്താണെന്ന് അറിയോ ഗൗതം? ബിലീവ് ഇസ് എ സ്റ്റേറ്റീവ് വേർബ്. അപ്പോൾ അവർ ബിലീവ് വിശ്വസിക്കുന്നു എന്നാണെങ്കിൽ ഇങ്ങനെ കൊടുക്കണം. ഫ്ലാറ്റ് എർത്ത് ബിലീവേഴ്സ് ബിലീവ് ദാറ്റ്. കേട്ടോ, നമ്മൾ ഈ സ്റ്റേറ്റീവ് വേർബിനെ സ്റ്റേറ്റീവ് വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ കണ്ടിന്യൂസ് ടെൻസിൽ പ്രസന്റ് ടെൻസ് ആയിക്കോട്ടെ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കരുത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കണം. ഫ്ലാറ്റ് എർത്ത് ബിലീവേഴ്സ് Flat earth believers believe that people will fall into the space when they reach to flank of earth. He had lost his leverage and fell into a frenzy when the reciprocal business get hold down. Hold എന്താ? LED അല്ല, HOLD. Get hold down. HOLD. ED ഇല്ല കേട്ടോ, അവിടെ E ഇല്ല കേട്ടോ. പ്രവീണ ഒന്ന് കട്ട് ചെയ്തോണേ. താജ്മഹൽ എനിക്കൊന്ന് ടൈപ്പ് ആണെന്ന് തോന്നുന്നു, എന്നാൽ കുഴപ്പമില്ല. ഓക്കെ. The Taj Mahal is situated on the ഫ്ലാങ്സ് ഓഫ് ദ റിവർ യമുന. പിന്നെ ഒരു കാര്യമുണ്ട്, ഗെറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞിട്ട് പിന്നെ V3 ഫോമോ വരിക. ഗെറ്റ് കോസറ്റീവ് ഉപയോഗമല്ല ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഗെറ്റ് ഹോൾഡ് ഡൗൺ വരില്ല, ഹെൽഡ് ഡൗൺ. ഹോൾഡ് ഹെൽഡ് അല്ലേ, ഹോൾഡ് ഹെൽഡ്. അപ്പോൾ V3 ഫോം ഹെൽഡ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കും ഗെറ്റ് ഹെൽഡ് ഡൗൺ. ഓക്കെ, ഗെറ്റ് പാസ്റ്റൻസ് ആണ് ഉപയോഗിച്ചതെങ്കിൽ, ഹോൾഡ് എന്ന് പറഞ്ഞ പാസ്റ്റൻസ് ആണ് ഉദ്ദേശിച്ചത് എങ്കിൽ പാസ്റ്റൻസ് ഓഫ് ഹോൾഡ് ഇസ് ഹെൽഡ്. കേട്ടോ, അപ്പോൾ ഇങ്ങനെ കൊടുക്കും ഗെറ്റ് ഹെൽഡ് ഡൗൺ. കൊടുക്കണേ പ്രവീണ. The Taj Mahal is situated on the flanks of the river Yamuna. Okay. In first flank of this year, trade markets showing strong leverage for revive. AB എന്ത് പറ്റി ഇന്ന് ഗ്രാമാറ്റിക്കൽ ഒരുപാട് എറർ. In the first flank of this year, trade markets are showing markets അല്ലേ, are showing strong leverage for revival. For revival. അപ്പൊ റിവൈവൽ എന്ന് വേണം, ആർ ഷോയിങ് എന്ന് വേണം. അവിടെ ഷോയിങ്ങിന് മുമ്പ് ഒരു ആർ ഇട്ട് കൊടുക്കുക അല്ലേ, അത് കണ്ടിന്യൂസ് ടെൻസ് അല്ലേ. അപ്പോൾ B+V4 വേണ്ട, ING ഫോം വേണ്ട. മനൂസ് ന്യൂ ഫ്രണ്ട് കുഡ് ഹെൽപ്ഡ് വരില്ല ആശ, ഇങ്ങനെ കൊടുക്കാം. മനൂസ് ന്യൂ ഫ്രണ്ട് കുഡ് ഹാവ് ഹെൽപ്ഡ്, അവന് ഹെൽപ്പ് ചെയ്യാമായിരുന്നു എങ്കിൽ കറക്റ്റാ. മനൂസ് ന്യൂ ഫ്രണ്ട് കുഡ് ഹാവ് ഹെൽപ്ഡ്.
Could is modal verb. Modal verb ശേഷം V1. അപ്പോൾ could have helped him to revive. To revived അല്ല. To revive from his frenzy. ഇങ്ങനെ കൊടുക്കാം. Manu's new friend could have helped him to revive from his frenzy. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. Manu's new friend could help him. Could help him to revive from his frenzy. 2 plus V1. 2യുടെ കൂടെ V2 വരില്ല, V3 വരില്ല. 2 plus V1. അതാണ് ഇൻഫിനിറ്റീവ്സിന്റെ യൂസേജ്. കേട്ടോ ആശ ഒന്നത്. റിവൈവ് ടു റിവൈവ്ഡ് വരില്ല, ടു റിവൈവ്. അടുത്തത് കുഡിന് ശേഷം ഒന്നെങ്കിൽ ഹെൽപ്പ് എന്ന് കൊടുത്തിട്ട് ആ ഒരു സെന്റൻസിന് കൊടുത്തോ, അല്ലെങ്കിൽ കുഡ് ഹാവ് ഹെൽപ്പ്, ഹെൽപ്പ് ചെയ്യാമായിരുന്നു എന്ന് നമുക്ക് കൊടുക്കാം. കുഡ് ഹാവ് ഹെൽപ്ഡ്. ഓക്കെ. In spite of adverse economic conditions, the company met the sales targets in the first flank of the year. All right. Reciprocal relationship between India and Sri Lanka makes a better diplomatic relationship between them, which resulted in financial support to Sri Lanka by India. Which resulted financial support to Sri Lanka by India. Which is resulted അല്ല കേട്ടോ. അവിടെ പാസീവ് ഫോം വരില്ല സൗമ്യ. Which resulted. ഓക്കെ, ക്ലിയർ ഐ ഗസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ടു ദി ആർട്ടിക്കിൾ. ആർട്ടിക്കിളിലോട്ട് പോകാം. അപ്പോഴേക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു തംസ് അപ്പ് ഇട്ട് ആൻഡ് ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. അപ്പോൾ നമുക്ക് 87 ലൈവ് വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ടേ. നോക്കിയേ ലൈക്ക്. ഞാനതൊക്കെ പറയണോ? നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കുമോ? അത് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? യു നോ ഇറ്റ് അല്ലേ? ദിസ് ഇസ് യു നോ ദ ഡ്രിൽ. എന്ത് ചെയ്യണമെന്ന് യു നോ. ഐ ഡോണ്ട് വോണ്ട് ടു ടെൽ യു എവറി ഡേ. ഡു ഐ നീഡ് ടു റിമൈൻഡ് യു എവറി ഡേ, എവറി ടൈം? ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് ഗൈസ്. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. പറയണോ ഞാൻ? അപ്പോൾ നമുക്ക് തുടങ്ങാം. ടെൻവേഴ്സ് ടാക്ക്. ഓക്കെ, ടെൻവേഴ്സ് ടാക്ക് എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം അല്ലേ. അപ്പോൾ ഇക്കണോമിക് ഇതിൻ്റെ ഗ്രോത്തിനെ പറ്റിയും ആൻഡ് എങ്ങനെയാണ് ഗ്രോത്ത് പോകുന്നത്, ഇൻഫ്ലേഷനെ പറ്റിയും എങ്ങനെ ഈ ഇക്കോണമീസ് ഹോൾഡിംഗ് അപ്പ് എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ടെൻവേഴ്സ് ടാക്ക്. അപ്പോൾ ഒരു നേരിയ ഒരു ഫ്ലിംസി ടാക്ക് ഉണ്ട്, ഒരു ഫ്ലിംസി പിന്നുണ്ട്, ചെറിയൊരു നെയിലുണ്ട്, ചെറിയൊരു അറ്റാച്ച്മെന്റ് ഉണ്ട് അവിടെ. നോക്കാം എന്താ അറ്റാച്ച്മെന്റ് നോക്കാം. The RBI must be ready to recalibrate its inflation projections and shift policy stance. ഇങ്ങനെ പോയാൽ ശരിയാവില്ല അല്ലേ. RBI എന്ത് ചെയ്യണം? അവരുടെ രീതികളൊക്കെ ഒന്ന് മാറ്റണം. പോളിസിയുടെ രീതി, മെത്തേഡ് അല്ലേ. സ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ എന്താ അപ്രോച്ച് അല്ലെ, ആറ്റിറ്റ്യൂഡ്. സ്റ്റാൻസസ് ആറ്റിറ്റ്യൂഡ്, യു നോ ദാറ്റ് അല്ലേ. പോളിസി അപ്രോച്ച് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ സ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ അപ്രോച്ച് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്. ആ അപ്രോച്ച് ഒന്ന് മാറ്റണം. റീകാലിബ്രേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഒന്ന് ഇംപ്രൂവ് ചെയ്യുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ. പ്ലീസ് അഡ്ജസ്റ്റ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ. അല്ലാതെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, മുന്നോട്ട് പോകില്ല, നമ്മളെ കാര്യം മുന്നോട്ട് പോകില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ജസ്റ്റ് അഡ്ജസ്റ്റ് ഇറ്റ്സ് ഇൻഫ്ലേഷൻ പ്രോജക്ഷൻസ്. ഇൻഫ്ലേഷൻ ഈ പൈസ പണപ്പരിപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരല്ലേ. ആൻഡ് പോളിസി അപ്രോച്ച് ഒന്ന് മാറ്റിക്കേ എന്നാണ് പറയുന്നത് കേട്ടോ. ഓൾ റൈറ്റ്. ഹിസ് റിവൈവൽ ഓഫ് ദി accident unraveled another flank of his character. All right. Okay. So, ഹായ് രാകേഷ്. ഐ നോ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കക്ഷിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. I know, I notice my students, I notice my viewers always, കേട്ടോ. I know that. Thank you so much. അപ്പോൾ നമ്മുടെ RBI മസ്റ്റ് ബി റെഡി ആയിരിക്കണം. എന്തിനാണ്? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഇൻഫ്ലേഷൻ പ്രൊജക്ഷൻസിനെ ഒന്ന് റെഡി ആക്കാൻ വേണ്ടിയിട്ടും. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? പോളിസി അപ്രോച്ച് ഒന്ന് മാറ്റി പിടിച്ചാൽ നല്ലതായിരിക്കും. ലെറ്റ്സ് സീ. India's inflation based on the consumer price index quickened to 6.01% in January, breaching the central bank's upper tolerance limit of 6%. While the headline number was no surprise given that RBI had forecast acceleration, the official data merit scrutiny. Provisional estimates show that hinterland, which its greater proportion of the country's poor, bore the brunt of rising food prices, with rural food price inflation sprinting to 5.18% from December's 3.39. Oils and പറഞ്ഞു വരുന്നത് എന്നാണെന്നറിയാമോ? നമ്മുടെ ഇൻഫ്ലേഷൻ പ്രൈസ്, ഈ വില കൂടുമ്പോൾ വിലകയറ്റം ആരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നോക്കിയേ. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടിരിക്കുകയാണ് അല്ലേ. അപ്പം അത് പെട്ടെന്ന് ക്യുക്കൻ ചെയ്തു. എവിടേക്ക്? 6.01 ജനുവരി ആയപ്പോഴേക്കും അല്ലേ, ജാനുവരി ആയപ്പോഴേക്കും ഇത്രേ 6.01% കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ബ്രീച്ച്ഡ്, അത് ബ്രീച്ച് ചെയ്തു, അത് വയലേറ്റ് ചെയ്തു അല്ലേ. ഇറ്റ്സ് വയലേറ്റിംഗ് ദ സെൻട്രൽ ബാങ്കിന്റെ ടോളറൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടോളറൻസ് ലിമിറ്റ് 6 ആയിരുന്നു, അത് കഴിഞ്ഞു പോയി. അതാണ് ടോളറൻസ് ലിമിറ്റ് ഇത് ചെയ്ത് അങ്ങ് പോയി എന്ന് പറയുന്നു അല്ലെ. അപ്പോൾ ടോളറൻസ് ലിമിറ്റ് കഴിഞ്ഞ് അങ്ങ് പോയി. അപ്പോൾ ഹെഡ്ലൈൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് RBI RBI ഓൾറെഡി അത് ഫോർകാസ്റ്റ് ചെയ്ത, നേരത്തെ അത് പ്രിഡിക്റ്റ് ചെയ്തിരുന്നു. ഈ ഒരു ആക്സിലറേഷൻ പ്രിഡിക്റ്റ് ചെയ്തിരുന്നു. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻക്രീസ് അല്ലേ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്. ഈ ഒരു ഗ്രോത്ത് ഇൻക്രീസ് ഒക്കെ അവരെന്ത് ചെയ്തിരുന്നു. ഒഫീഷ്യൽ ഡേറ്റ സ്ക്രൂട്ടി, അത് കാരണം വെച്ചാൽ അവർ എക്സാമിനേഷൻ നടത്തിയിരുന്നു അല്ലേ. സർവേ, മെറിറ്റ് സർവേ. ഓക്കെ.
അപ്പോൾ പ്രൊവിഷണൽ ഒരു ഏറെക്കുറെ എസ്റ്റിമേറ്റ് എടുത്ത് നോക്കുമ്പോൾ ഷോ ദ ഹിൻഡർലൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഹിൻഡർലൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോർഡർ ഏരിയാസ് അല്ലേ, ബാക്ക്വേർഡ് ഏരിയാസ് എന്ന് പറയില്ല നമ്മുടെ നാട്ടിൽ നമ്മൾ ബാക്ക്വേർഡ് ഏരിയാസ് എന്ന് പറയില്ല. അതായത് ഗ്രോത്ത് ഉള്ള കൺട്രി സൈഡിലെ ഏറ്റവും കൂടെ ബൗണ്ടറിയിൽ ജീവിക്കുന്ന ഏരിയാസ് ഇല്ലേ, അതിന് ഹിൻഡർ എന്ന് പറഞ്ഞാൽ ബാക്ക് എന്നർത്ഥം. ഹിൻഡർ എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് ഏരിയാസ് ഉണ്ടല്ലോ, ആ ബാക്ക്വേർഡ് ഏരിയാസിനെയാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തത് ഈ ഒരു ഹൈ പ്രൊപ്പോർഷൻ. കാരണം ഏറെക്കുറെ അവിടെയാണ് ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ഓഫ്, അതായത് നമ്മുടെ റൂറൽ ഏരിയാസിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെയല്ലേ പുവർ ആൾക്കാർ കൂടുതൽ ജീവിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരായ മനുഷ്യരാണ് ഈ പറയുന്ന പണപ്പെരുപ്പത്തിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചേക്കുന്നത്. ബിക്കോസ് ദേ ബോർ ദ ബ്രാൻഡ് ഓഫ് റൈസിംഗ് ഫുഡ് പ്രൈസസ്. ഫുഡിന്റെ പൈസ കൂടുന്നു അല്ലേ, ഫുഡ് പ്രൈസസിന്റെ പൈസ, വെജിറ്റബിൾസിന്റെ ഫ്രൂട്ടിന്റെ പൈസ കൂട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഓയിലിന്റെ പ്രൈസ് കൂട്ടുമ്പോൾ ആരെ ബാധിക്കുന്നത്? പൈസക്കാരന് പൈസ ഉണ്ട് അല്ലേ, പൈസ എനിക്കൊരു പ്രശ്നമല്ല. ബട്ട് പാവപ്പെട്ടവരാണ്. സോ ദേ ബോർ ദ ബ്രാൻഡ്, അവരാണ് ബ്രാൻഡ്. ദേ വിൽ ബി സഫറിംഗ് ദ മോസ്റ്റ് അല്ലേ, ബോർ ദ ബ്രാൻഡ്, സഫർ ദ മോസ്റ്റ് അല്ലേ, സഫർ ദ മോസ്റ്റ്, അതാണ്. ഓക്കെ, അപ്പോൾ അത് സ്പ്രിന്റിംഗ് യുനോ, സ്പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ കുതിച്ചു വരിക, ദാറ്റ് ഈസ് അല്ലേ, കുതിച്ചു ചാട്ടം, ദാറ്റ് ഈസ് സ്പ്രിന്റിംഗ്. സ്പ്രിന്റർ കേട്ടിട്ടില്ലേ, സ്പ്രിന്റർ എന്ന് കേട്ടിട്ടില്ലേ. സോ 5.8 ഫ്രം ഡിസംബർ 3.9, ഡിസംബറിൽ 3.39 നിന്ന് അത് കുതിച്ച് 5.8 കൂടിയെന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കിയേ, വാട്ട് എ ജംപ് ഇറ്റ് ഇസ് അല്ലേ, വാട്ട് എ ജംപ്. ഓയിൽസ് ആൻഡ് ഫാറ്റ്സ് ക്വിക്കൻ ദ ഫാസ്റ്റസ്റ്റ് അറ്റ് 18.7. ഓയിലിന്റെ ഫാറ്റിന്റെ പ്രൈസ് ഏറ്റവും കൂടുതൽ ഇത് കുതിച്ചേക്കുന്നത് 18.7% കുതിച്ചു കയറിയിട്ടുണ്ട്. Though the RBI had been expected to start normalizing its pandemic era policy stance in February's monetary policy meeting and reaffirm its resolve to contain inflation, the central bank retained the status quo in order to support economic growth. Governor Shakti Kanta Das has defended the RBI's projection for inflation to slow to 4.5 in fiscal year 23 by citing the base effect as the cause for higher deadline inflation this fiscal, and predicted that similar base effect would help enable a downtrend in the coming months. The RBI's assumptions. അപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ്, നമ്മുടെ ഓയിലിന്റെ ഫാറ്റിന്റെ ഇതാണ് ഏറ്റവും കൂടുതൽ ക്വിക്കൻ ആയിട്ടുള്ളത് എന്ന് പറയും. RBI പറയുന്നുണ്ട് വെച്ചാൽ ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒന്ന് നോർമലൈസ് ചെയ്യണം, പാൻഡമിക് എറയിലോട്ട് വരുമ്പോഴേക്കും ഓക്കെ ഈ ഒരു പോളിസി സ്റ്റാൻസ് ഒന്ന് നോർമലൈസ് ചെയ്യണം എന്ന് അവർ ഓൾറെഡി ദേ ആർ എക്സ്പെക്റ്റഡ്. അവർ എക്സ്പെക്ട് ചെയ്ത്, നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു അവരിൽ നിന്ന് നമുക്കിങ്ങനെ ഒരു നോർമൽ ഒരു പോളിസി സ്റ്റാൻസ് ഒക്കെ ഒന്ന് സെറ്റാക്കി തരും. ബിക്കോസ് ഓഫ് അവർ പാൻഡമിക് എറയിൽ ഇത് കുറച്ച് വരും, അവരുടെ അപ്രോച്ച് ഒന്ന് കുറയും എന്നൊക്കെ ആയിട്ട്. അപ്പോൾ ഫെബ്രുവരിയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗിൽ വെച്ചിട്ട് അവർ റീഅഫേം ചെയ്തിരുന്നു, ഇങ്ങനെ റിസോൾവ് ചെയ്യാം, നമുക്ക് ഈ ഇൻഫ്ലേഷൻ ഇതൊന്ന് റിസോൾവ് ചെയ്തേക്കാം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ സെൻട്രൽ ബാങ്ക് റീറ്റെയിൻ ദ സെൻട്രൽ ബാങ്ക് സ്റ്റാറ്റസ് കോ നിലവിലുള്ള അവസ്ഥയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അല്ലെ, ഇൻ ദ സെയിം സ്റ്റേറ്റ് അഫയേഴ്സിൽ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്, കുഴപ്പമില്ലാതെ. എന്താ നമ്മുടെ ഇക്കണോമിക് ഗ്രോത്ത് കൂടണമല്ലോ, അതായത് പൈസ കൂടുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പൈസ കൂടുന്നതിന് ഒരു പ്രോബ്ലം ഇല്ല, പൈസ കൂടുന്നതനുസരിച്ച് ഡിമാൻഡും കൂടുന്നുണ്ടെങ്കിൽ ഗ്രോത്ത് വരുള്ളൂ. ഡിമാൻഡ് കൂടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം, കൊമേഴ്സ് അറിയാം, ഞാനത് പറയേണ്ട കാര്യമില്ല. സോ ഡിമാൻഡ് കുറയുവാണ്, കൺസ്യൂമേഴ്സ് ബാക്കൗട്ട് ചെയ്യുവാണെങ്കിൽ ദർ ഇസ് നത്തിങ് ഹാപ്പനിങ് അല്ലേ, പൈസ കൂടിക്കൊണ്ടിരിക്കും, സാധനങ്ങളൊക്കെ വെറുതെ ആയിപ്പോവും, അങ്ങനെ ഒരു പ്രശ്നം നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു കാര്യം ബാധിക്കുന്നു. അപ്പോൾ ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു, കഴിഞ്ഞ നമ്മൾ ശക്തികാന്ത ദാസിനെ പറ്റി പറഞ്ഞല്ലേ, ഗവർണർ പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ ഡിഫെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹീസ് ഡിഫെൻഡിങ്, ഹീസ് സപ്പോർട്ടിങ്, RBIയുടെ പ്രൊജക്ഷനെ സപ്പോർട്ട് ചെയ്യാണ് ഫോർ ഇൻഫ്ലേഷൻ സ്ലോ ടു ഡിഫെൻഡ് ചെയ്യാണ്, എഗൻസ്റ്റ് ആണ്, ഡിഫെൻഡ്. ഇവിടെ ഡിഫെൻഡ് രണ്ടർത്ഥമുണ്ട്, ഒന്ന് ഡിഫെൻഡ് ചെയ്യുക, എതിർക്കുക, അത് സ്ലോ ചെയ്യണം ടു 4.5 എന്നാണ് അതിങ്ങനെ പറയുന്നത്. എന്താ വെച്ചാൽ ഹയർ ഡെഡ് ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഈ ഇയറിലെ ഈ ഫിസ്ക്കൽ 23 വരുമ്പോഴേക്കും ഓക്കെ ഈ ഒരു ഡെഡ് ലൈൻ കഴിഞ്ഞ് നമ്മൾ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനിലോട്ട് പോകുകയാണെങ്കിൽ എന്താ പറയുന്നത്, ഈ ഒരു ബേസ് നമ്മളെ ഒരിക്കലും ഇതാക്കില്ല. നമ്മൾ അടുത്ത മന്തിലോട്ട് വരുമ്പോഴേക്കും ഈ ഒരു ബേസിസിൽ നമ്മൾ പോവുകയാണെങ്കിൽ അടുത്ത മാസത്തിലോട്ട് വരും, അതായത് വരുന്ന മാസങ്ങളിൽ ഡൗൺ ട്രെൻഡ് കാണാൻ പറ്റും. നമ്മുടെ ഇക്കണോമിക് ഡൗൺ ട്രെൻഡ് ആയിരിക്കും നമുക്ക് വരാൻ പോകുന്നത്, പ്രത്യേകിച്ച് ഒരു അപ്പ് ട്രെൻഡ് വരില്ല, അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല അല്ലേ, ആ ഒരു ഗ്രോത്ത് നമുക്ക് ഉണ്ടാവില്ല എന്നാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ RBIയുടെ അസംഷൻസ് however could unravel ചെയ്യാൻ പറ്റും, റിസോൾവ് ചെയ്യാൻ പറ്റും അല്ലേ, റിസോൾവ് ഇറ്റ്. സ്റ്റോം ക്ലൗഡ്സ് ഓൺ ദ ഹൊറൈസൺ, എന്ന് പറയുമ്പോൾ പ്രോബ്ലംസ് ഇൻ ദ ഇമിനന്റ് പ്രോബ്ലംസ് അല്ലെ, ഇമിനന്റ് പ്രോബ്ലംസ്, വരാൻ പോകുന്ന പ്രശ്നങ്ങൾ, ഇന്റൻസ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ഇനി വരാൻ പോകുന്ന പ്രോബ്ലംസ് ഇന്റൻസിഫൈ ചെയ്യാൻ, അതിന്റെ സ്ട്രെങ്ത് കൂട്ടുവാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പം RBI ഇങ്ങനെ പോവുകയാണെങ്കിൽ. സോ അവിടെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അൺസർട്ടനിറ്റി ഓവർ ദ ഉക്രൈൻ റഷ്യ ടെൻഷൻസ് പുഷ്ഡ് ഗ്ലോബൽ ക്രൂഡ് പ്രൈസസ് ടു 7-year high earlier this week.
ഉക്രൈൻ റഷ്യ പ്രശ്നങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, ടെൻഷൻ പൊക്കോണ്ടിരിക്കുക. അത് നമ്മൾ പറഞ്ഞില്ല, ഇന്ന് പുൾ ബാക്ക് ചെയ്തെന്ന് പറഞ്ഞല്ലോ. ആ ഒരു പുൾ ബാക്കിനെ പറ്റി പറയുന്നത് അതുകൊണ്ടൊരു അൺസർട്ടനിറ്റി നടക്കും. ഇപ്പോഴും നമുക്കൊരു ഉറപ്പില്ല, വി ആർ ഇൻ എ കൺഫ്യൂഷൻ, വി ആർ ഇൻ എ പസിൽ. അതുകൊണ്ട് ആ ഒരു പസിൽ നമ്മൾ ഒരു കൺഫ്യൂഷൻ, നമ്മൾ അൺസർട്ടനിറ്റി, ഒരു അറിവില്ല എന്ന് പറയാം, എങ്ങോട്ട് പോകണം എന്നുള്ള അറിയില്ലായ്മ കൊണ്ട് തന്നെ ക്രൂഡ് പ്രൈസസ് കൂടുന്നു. അതെല്ലാം മൊത്തത്തിൽ മനുഷ്യനെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏർലിയർ ഈ വീക്കിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 7-year high ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പാരഗ്രാഫ്. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലോട്ട് പോകും. എന്താണ് ബാക്കി കാര്യങ്ങൾ നോക്കാം. ജനുവരീസ് ഇൻഫ്ലേഷൻ ഇൻ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് വിച്ച് റിഫ്ലെക്ട്സ് റീറ്റെയിൽ ഫ്യൂൽ പ്രൈസസ് slowed a mite from December but was still at 9.36%. Pump prices have stayed static for a while, a likely effect of the poll season. The center may soon have to allow oil marketers to pass on the global price increase to consumers, which could spur inflation further, or cut excise duties, resulting in lower revenue for the exchequer. Add to പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മുടെ ക്രൂഡ് ഓയിൽ പ്രൈസസിനെ പറ്റി ആലോചിച്ചു. അപ്പോൾ ജനുവരി ഇൻഫ്ലേഷൻ ട്രാൻസ്പോർട്ടിനും കമ്മ്യൂണിക്കേഷനുമാണ് ഏറ്റവും കൂടുതൽ, അല്ലേ? ജനുവരിയിലെ ഇൻഫ്ലേഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഏതിനായിരുന്നു? നമ്മുടെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെക്ടറിലായിരുന്നു. അപ്പോൾ അവിടെ രണ്ടും എടുത്ത് നോക്കുകയാണെങ്കിൽ അത് റീറ്റെയിൽ, നമ്മൾ ഫ്യൂൽ പ്രൈസിന് റീറ്റെയിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു ചെറിയൊരു വ്യത്യാസം, മൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സ്മോൾ എമൗണ്ട്, ബിറ്റ് എന്നാണ്. മൈറ്റ് എന്ന് പറഞ്ഞാൽ ബിറ്റ്, വളരെ ഒരു സ്മോൾ നേരിയ എമൗണ്ട്, ചെറിയൊരു സ്ലോ ചെയ്യുന്നത് കണ്ടു ഡിസംബറിൽ. ബട്ട് ഇപ്പോഴും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് 9.36. ഇൻഫ്ലേഷൻ വലിയ മാറ്റമൊന്നും വരുന്നിട്ടില്ല. സോ ഇറ്റ്സ് ലൈക്ക് 9.36 again. അപ്പോൾ പമ്പ് പ്രൈസസ് എന്ത് ചെയ്യണം? ഏറെക്കുറെ പമ്പ് പ്രൈസസ് ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല, ഉള്ള രീതിയിൽ അങ്ങ് പോക്കുവാണ്. പക്ഷേ അതെന്തുകൊണ്ടാണ്? പോൾ സീസൺ ആയതുകൊണ്ടാണ്. ഇപ്പം പോൾ സീസൺ നടന്നുകൊണ്ടിരിക്കുകയല്ല, അതുകൊണ്ട് ഇലക്ഷൻ്റെ ഒക്കെ ഒരു ഇതാണ്. ഇലക്ഷൻ കഴിഞ്ഞോട്ടെ, ശരിയാക്കി തരാം, അല്ലേ? അപ്പോൾ സെൻട്രൽ എന്ത് ചെയ്യണം? മേ സൂൺ ഹാവ് ടു ചെയ്യേണ്ടതുണ്ട്. ഓയിൽ മാർക്കറ്റേഴ്സിനോട് പാസ് ഓൺ ദ ഗ്ലോബൽ പ്രൈസ് ഇൻക്രീസ് കസ്റ്റമേഴ്സിലോട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ഇൻഫ്ലേഷൻ വീണ്ടും കൂട്ടും. ഇൻഫ്ലേഷൻ ഫർദർ, ഇവിടെ ഫർദർ എന്ന് പറയുന്നത് അഡ്വേർബായിട്ട് ഉപയോഗിച്ചേക്കുന്നതല്ലേ, കൂട്ടും, വീണ്ടും അത് കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? എക്സൈസ് ഡ്യൂട്ടീസ് കട്ട് ചെയ്ത് കളയണം, അല്ലേ? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. റിസൾട്ടിങ് ഇൻ ലോവർ റവന്യൂ ഫോർ ദ എക്സ്ചെക്കർ. കാര്യം എന്താ വെച്ചാൽ റവന്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുക. എവിടെ? നമ്മുടെ ട്രഷറിയിൽ, അല്ലേ? നമ്മുടെ ട്രഷറിയിൽ, എക്സ്ചെക്കർ എന്ന് പറഞ്ഞാൽ ട്രഷറി, നാഷണൽ ട്രഷറി, അതാണ് എക്സ്ചെക്കർ എന്ന് പറഞ്ഞാൽ. സോ നാഷണൽ ട്രഷറി എന്നാണ് എക്സ്ചെക്കറിന്റെ മീനിങ് കേട്ടോ, മറക്കല്ലേ? നാഷണൽ ട്രഷറി. അപ്പോൾ നാഷണൽ ട്രഷറിയിൽ റവന്യൂ ലോവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ചെയ്തേ പറ്റൂ. വി ഹാവ് ടു ഡു സംതിങ്. ഇറ്റ്സ് ഹൈ ടൈം വി ഡിഡ് സംതിങ്. സോ add to this mix, ഇത് ഈ ഒരു കാര്യത്തിൻ്റെ കൂടെ, the uneven economic recovery from the pandemic and the outlook gets even more cloudy. IHS Market's monthly survey for purchasing managers shows that though manufacturing output and new orders expanded last month, growth rates eased. Uncertainty around growth prospects stemmed from concerns about inflationary pressures. The RBS January survey shows households expect inflation at 10.7 a year ahead. Though this is a comforting decline from the 12.6 seen in November, the significant gap between the RBS projections and households' view suggest consumers. പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഈ ബാങ്കിങ് എക്സാം ESIC ഒക്കെ പ്രതീക്ഷിക്കുന്നവർ ഈ ഒരു ഫിനാൻസ് ആർട്ടിക്കിളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഫിനാൻസ് ആർട്ടിക്കിൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നത്. നമുക്ക് നമ്മുടെ ഫിനാൻസ് ആർട്ടിക്കിൾ വിട്ടുകളയാൻ പറ്റില്ല. ബിക്കോസ് ബാങ്കിങ് ആസ്പിറൻസിനൊക്കെ ഇത് നല്ല ഇത് വരും. നിങ്ങൾക്കറിയാം, അപ്പോൾ പാൻഡമിക് വന്ന സമയത്ത് ഒരു എക്കണോമിക് റിക്കവറി അൺഈവൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? വി നോ ഇറ്റ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഔട്ട്ലുക്ക് നമുക്കൊരു എന്തൊരു തീരുമാനം എടുക്കണമെങ്കിൽ ഇറ്റ്സ് ഗെറ്റിംഗ് മോർ ക്ലൗഡി. ആകെപ്പാടെ ക്ലൗഡിയാണ്. ഇറ്റ്സ് വെയ്ഗ്, ക്ലിയർ അല്ല, അൺക്ലിയർ, മോർ അൺക്ലിയർ. അതാണ് പറഞ്ഞു വരുന്നത്. വെയ്ഗ് ആണ്, അൺക്ലിയർ ആണ്. മാത്രമല്ല IHSന്റെ മാർക്കറ്റ്സ് മന്ത്ലി സർവേയിൽ പറയുന്നത് വെച്ചാൽ പർച്ചേസിംഗ് മാനേജേഴ്സിന്റെ അവരുടെ പർച്ചേസിംഗ് മാനേജേഴ്സിന്റെ ഈ സർവേയിൽ കാണിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ മാനുഫാക്ചറിങ് ഔട്ട്പുട്ട് കൂടുന്നുണ്ടല്ലേ, ലാസ്റ്റ് ചെയ്യുന്നു. ന്യൂ ഓർഡേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മാസത്തിൽ നോക്കുകയാണെങ്കിൽ ന്യൂ ഓർഡേഴ്സ്, മാനുഫാക്ചറിങ് ഔട്ട്പുട്ട് കൂടുന്നുണ്ട്. പക്ഷേ അത് ഏറെക്കുറെ എന്ത് ചെയ്യാണ്? ഗ്രോത്ത് റേറ്റ്സ് ഈസിയാണ്. പക്ഷേ പിന്നെ നോക്കുവാണെങ്കിൽ ഇൻഫ്ലേറ്ററി പ്രഷർ താങ്ങാൻ പറ്റണില്ല. അതാണ് ഈ പ്രശ്നം. അൺസർട്ടനിറ്റിയും ഈ ഗ്രോത്തിന്റെ അൺസർട്ടനിറ്റി കാരണം ഇൻഫ്ലേറ്ററി പ്രഷർ താങ്ങാൻ നമുക്ക് പറ്റിയത് വളരെ കൺസേണിങ് ഒരു ഫാക്ടർ ആയിട്ടാണ് പറയുന്നത്. മാത്രമല്ല RBI ജനുവരി സർവേയിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇനി ഇൻഫ്ലേഷൻ അടുത്ത ഇയറിലോട്ട് വരുമ്പോഴേക്കും അത് ഇയർ അഹെഡിൽ, ഇനി ഈ ഇയറിൽ ബാക്കി വരാൻ പോകുന്ന കാണുന്നു 10.7 വരെ വരാം. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ഹയർ. ദോ ദിസ് ഇസ് കൺഫേമിംഗ് ഡിക്ലൈൻ. ഇതൊരു കൺഫേമിംഗ്
ഒരു കംഫർട്ടിംഗ് ഡിക്ലൈൻ ആണ്. ഫ്രം 12 to 16 ഇൻ നവംബറിൽ കണ്ട 12.6 നിന്ന് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ കുറവാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഒരു സിഗ്നിഫിക്കൻറ്റ് ഗ്യാപ്പ് ഉണ്ട് അതിൻ്റെ പ്രൊജക്ഷൻസിനും അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് വ്യൂസ്. നമ്മളിപ്പോൾ ഡൊമസ്റ്റിക് വ്യൂസിൽ കണ്ടു നോക്കുമ്പോൾ അതിന് ഒരുപാട് മാറ്റമുണ്ട് അല്ലേ, സാധാരണക്കാരെ കൊണ്ട് താങ്ങുന്നതിനേക്കാളും ഇതാണ് വ്യൂസ് സജസ്റ്റ് കൺസ്യൂമേഴ്സ്. അപ്പോൾ ഇത് നമ്മളെ കാണിക്കുന്ന ആ ഡിഫറൻസ്, ആ ഗ്യാപ്പ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് എന്താ വെച്ചാൽ കൺസ്യൂമേഴ്സ് പെർസെപ്ഷൻസ് ഓഫ് പ്രൈസ് ഗെയിൻസ് ആർ മാർക്കറ്റ്ലി ഹയർ ആൻഡ് കുഡ് ലൈക്ലി കൺസ്ട്രെയിൻ ദ സ്പെൻഡിങ്. അപ്പോൾ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ഡിമാൻഡ് കൂടണ്ടേ എന്നാലേ ഗ്രോത്ത് വരത്തുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ കൺസ്യൂമറുടെ പെർസ്പെക്റ്റീവിൽ എടുക്കണേ, അവരുടെ വ്യൂസ് എടുക്കുവാണെങ്കിൽ, അവരുടെ ചിന്താഗതി നോക്കുമ്പോൾ പ്രൈസ് ഗെയിൻസ് എന്ന് പറയുന്നത് ഈ പ്രൈസ് ഗെയിൻ ഉണ്ടല്ലോ ആർ മാർക്കറ്റ്ലി ഹയർ, ഭയങ്കര കൂടുതലാണ്. കുഡ് ലൈക്ലി കൺസ്ട്രെയിൻ ദ സ്പെൻഡിങ്. അപ്പോൾ എന്ത് ചെയ്യും, അവരവരുടെ സ്പെൻഡിങ് ലിമിറ്റ് ചെയ്യും. പൈസ ഇതിനു വേണ്ടി കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, കൺസ്യൂമേഴ്സ് സ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കും. സോ ദിസ് ഇസ് അൺഡിസൈറബിൾ ആസ് എൻ NSO's advanced estimates of GDP growth for the current fiscal show private consumption's expenditure still lagging behind the pre-pandemic level of FY20. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ ഇയർ 2020 എടുത്ത് നോക്കിയാൽ അവിടെ വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്നും ലാഗിങ് ആയിട്ട് ഇപ്പോൾ പോകുന്നത്. ആ ഒരു രീതിയിൽ അതിലും ലാഗിങ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് GDP ഗ്രോത്ത് കാണാൻ പറ്റും. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് ആയിട്ട് പറയുന്നത്. എനി വേഴ്സണിങ് ഓൺ ദിസ് ഫ്രണ്ട് കുഡ് ചാലഞ്ച് the RBI's objective of holding down interest rates to support growth. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിനെ ചലഞ്ച് ചെയ്യുന്ന നമുക്ക് ആകെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഇത് ചെയ്യുന്നില്ലേ, ഹോൾഡ് ഡൗൺ ചെയ്യാം, എന്ത് കുറയ്ക്കുന്ന ലോവർ ലെവലിലോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അകപ്പാട് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യാം, ഒന്ന് ഇത് ചെയ്യാം. RBIക്ക് പോളിസി സ്റ്റാൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ലോവസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഗ്രോത്ത് കുറച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റും നമുക്ക്, അതാണ് പറയുന്നത്. പിന്നെ വിത്ത് ഗവർണർ ദാസ് അസേർട്ടിംഗ് ദാറ്റ് പ്രൈസ് സ്റ്റെബിലിറ്റി റിമെയിൻസ് ദ പ്രൈം ഫോക്കസ്. അപ്പം RBI must be ready to rapidly recalibrate its inflation projections and shift policy stance to match its mandate or risk hurting its credibility. അപ്പോൾ ക്രെഡിബിലിറ്റി ഹേർട്ട് ചെയ്യണോ, RBIയുടെ ക്രെഡിബിലിറ്റി ഹേർട്ട് ചെയ്യണോ, അതോ നമുക്കൊരു കാര്യം ചെയ്യാം. അല്ലെങ്കിൽ RBIക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഗവർണർ ദാസ് പറഞ്ഞ പോലെ, അദ്ദേഹം പറഞ്ഞല്ലോ നമുക്ക് എന്ത് ചെയ്യണം, അങ്ങനെ ഡിഫെൻഡ് ചെയ്ത് പറഞ്ഞല്ലോ, പ്രൈം ഫോക്കസ് എന്ന സ്റ്റെബിലിറ്റി, പ്രൈസ് സ്റ്റെബിലിറ്റി, ഒരു പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അതാണ് നമ്മുടെ പ്രൈം ഫോക്കസ്, മേജർ ഫോക്കസ് അല്ലേ. പ്രൈം എന്ന് പറഞ്ഞാൽ പ്രൈമറി, മേജർ, വൈറ്റൽ, ഇമ്പോർട്ടൻറ്റ് എന്നൊക്കെയാണ് പ്രൈം എന്ന വാക്കിൻ്റെ അർത്ഥം അല്ലേ. അപ്പം പ്രൈം എന്ന വാക്ക് നിങ്ങൾക്ക് അറിയാം, പ്രൈം വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നവരല്ലേ. അപ്പോൾ പ്രൈം മീൻസ് ഇമ്പോർട്ടൻറ്റ്, വൈറ്റൽ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഏറ്റവും ഫോക്കസ് എന്തായിരിക്കണം, പ്രൈസ് സ്റ്റെബിലിറ്റി, പ്രൈസ് ഒന്ന് സ്റ്റേബിൾ ആക്കുക. അല്ലെങ്കിൽ എന്താ RBI എന്ത് ചെയ്യണം, ഇതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഒന്ന് ഇൻഫ്ലേഷൻ പ്രഷർ കൂടിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. അതിൻ്റെ ഷിഫ്റ്റ് ചെയ്യണം, പോളിസി സ്റ്റാൻസ്, അതിൻ്റെ അപ്രോച്ച് ഒന്ന് മാറ്റി പിടിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മാച്ച് ഇറ്റ്സ് മാൻഡേറ്റ്. അതിൻ്റെ അതോറിറ്റിയുടെ ഇതിനൊന്ന് മാച്ച് ചെയ്യാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ഓർ റിസ്ക് ഹേർട്ടിങ് ഇറ്റ്സ്, അല്ലെങ്കിൽ എന്ത് പറ്റും, will hurt your credibility എന്ന് പറയുന്നു. സോ ഇറ്റ്സ് അനലിറ്റിക്കൽ, ഇന്നത്തെ ആർട്ടിക്കിൾ ഇസ് അനലിറ്റിക്കൽ പ്ലസ് ക്രിട്ടിക്കൽ അല്ലേ. ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നുള്ള രീതിയിൽ ഒരു ക്രിട്ടിക്കൽ അപ്രോച്ച് കൊണ്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് അനലിറ്റിക്കൽ വൺ. ഐ ഗെസ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു അല്ലേ. ആണെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേ വേഗം നമുക്ക് നമ്മുടെ സ്പോട്ട് ദ റിക്വസ്റ്റിലോട്ട് പോകാം. സ്കാൻ ടൈമിൽ ബേബി ബ്രീച്ച് പൊസിഷൻ എന്ന് കേട്ടിട്ടുണ്ട്, അവിടെയും വയലേറ്റിംഗ് എന്നാണോ മമ്മി? അച്ഛാ അതെന്താ വെച്ചാൽ എന്നാ പറയുക ശ്രീതി, അവിടെ ഉപയോഗിച്ച് എന്നാ വെച്ചാൽ എനിക്ക് ആ മെഡിക്കൽ ടെർമിനോളജിയെ പറ്റി കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല, എന്നാലും ഏറെക്കുറെ പറഞ്ഞു തരാൻ എടുത്തുള്ളൂ. ബ്രീച്ച്ഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ കുട്ടി ബ്രീച്ച്ഡ് പൊസിഷൻ എന്ന് പറഞ്ഞ അർത്ഥം എന്ന് വെച്ചാൽ സാധാരണ കുട്ടികൾ ഇരിക്കേണ്ട ഒരു അല്ലേ, നമുക്കറിയാം സാധാരണ നമ്മുടെ പ്ലസൻറ്റയിൽ ഒരു കുട്ടിക്ക് ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ഡെലിവറിയിൽ നമ്മൾ പറയില്ലോ, കുട്ടി ഇന്ന പൊസിഷനിലാണെങ്കിൽ സേഫ് സോൺ ആണ്. ആ കുട്ടി എൻ്റെ പൊസിഷൻ മാറി, ബേബി പൊസിഷൻ മാറിയെങ്കിൽ ഇറ്റ് ഈസ് വയലേറ്റിംഗ്, അവിടെ നിന്ന് മാറി വയലേറ്റ് ചെയ്യണം, പൊസിഷൻ വയലേറ്റ് ചെയ്യുക. സോ ദാറ്റ്സ് എ റിസ്ക് ഫാക്ടർ നമുക്ക് അല്ലേ. ഇഫ് യു വയലേറ്റ് സംതിങ് ദാറ്റ്സ് എ റിസ്ക് ഫാക്ടർ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ ശ്രീദേവി. ക്ലിയർ ആണോ? അതാണ് കേട്ടോ. പ്രജിഷ എന്നാണ് പേര്. ഓക്കെ, നോട്ടഡ് പ്രജിഷ, താങ്ക് യു സോ മച്ച്. അത് തന്നെ ഹരി, ഓരോരോ ഇലക്ഷൻ 4 മാസം ഇലക്ഷൻ, അത് തന്നെ, അതാണ് നമുക്കൊരു പ്രതീക്ഷ. ഇല്ലെങ്കിൽ അത് കഴിയുമ്പോൾ അറിയാം എന്താ അവസ്ഥ എന്നല്ലേ. മൂവിങ് ഓൺ ടു സ്പോട്ട് ദ ക്വസ്റ്റൻ. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ദിസ് വാസ് ദ ക്വസ്റ്റൻ. യെസ്റ്റർഡേസ് ക്വസ്റ്റൻ ഇതായിരുന്നു, നമ്മുടെ ക്വസ്റ്റൻ ഇതാണ്. ഹൗവർ വിത്ത് IITF and WTT reserving the right to accept or reject entries sent by anyone other than its affiliates, players are not sure of the way forward. ഇതായിരുന്നു നമ്മുടെ സ്പോട്ട് ദ റിക്വസ്റ്റ്. പറയാമോ ഇതിൻ്റെ ആൻസർ? ഒന്ന് പറയാമോ? പറയൂ ആൻസർ പറയൂ. വളരെ സിമ്പിളാണ്.
ഉള്ള ഒരു ബേസിക് ക്വസ്റ്റൻ ആണ് ഇത്. ഒരുപാട് പേര് ഇപ്പോഴും സ്റ്റിൽ യു മേക്കിംഗ് മിസ്റ്റേക്ക്. നമ്മുടെ എസ് ഒക്കെ എഴുതി എനിക്ക് അയക്കുമ്പോഴൊക്കെ മിസ്റ്റേക്സ് വരുത്താറുള്ള ഒരു പോർഷനാണിത്. വാട്ട്സ് ദ എറർ? പറയാമോ? പറയൂ എറർ പറയൂ. However, with the IITF and the WTT reserving the right to accept or reject entries sent by anyone other than its affiliates, players are not sure of the way forward. എന്താ പ്രശ്നം? സെൻഡ് അല്ലല്ല എൻട്രീസ് സെൻഡ് അല്ല, എൻട്രീസ് സെൻഡ് ബൈ ദം, അയച്ചത് എന്നാണ്. അതല്ല കേട്ടോ, അത് പാർട്ടിസിപ്പിൾ ആയിട്ട് ഇവിടെ സെൻഡ് വന്നേക്കുന്നത്. അത് തെറ്റല്ല കേട്ടോ. ആ റിസർവിങ്ങും അല്ല സെൻഡ് അല്ല. ആദ്യം പറഞ്ഞത് കണ്ടോ, നോക്കിക്കേ. However, the IITF and the WTT reserving the right to accept or reject entries sent by anyone other than its affiliates ആണ്. ഇറ്റ്സ് അതിന്റെ അഫിലിയേറ്റ്സ്. അതിന്റെ എന്ന് പറയുമ്പോൾ ഈ ഇറ്റ്സ് ആണോ? തെറ്റല്ലേ? ഈ ഇറ്റ്സ് അല്ലേ വരേണ്ടത്. നോക്കിയേ, വലിയ മിസ്റ്റേക്ക് നിങ്ങളുടെ മുമ്പിലുള്ളപ്പോൾ നിങ്ങൾ വേറെ പരിപാടിക്ക് പോരുത്. ഇറ്റ്സ് കാര്യം എന്താ? ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇറ്റ്സ് പോസസീവ് അഡ്ജക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ നമുക്കൊരു നൗണ് നിർബന്ധമായിട്ടും വേണം, അല്ലേ? അതിന്റെ കൂടെ ഒരു നൗണ് നിർബന്ധമായിട്ടും. ഇറ്റ്സ് അഫിലിയേറ്റ്സ്, അതിന്റെ അഫിലിയേറ്റ്സ് എന്ന്. പക്ഷേ വേറൊരു ഇറ്റ്സും കൂടെ ഉണ്ട്. വേറൊരു ഇറ്റ്സ് ഉണ്ടല്ലോ. ഈ ഇറ്റ്സ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എന്താ? ഇറ്റ്സ് ഇതിന് 3 അർത്ഥം ഉണ്ടല്ലേ. ഒരർത്ഥം എന്താ? ഇത് കൺട്രാക്ഷൻസ് ആണ്. എന്തിൻ്റെയാ? ഇറ്റ് ഏസിന്റെ, അടുത്തത് ഇറ്റ് വാസിന്റെ, അടുത്തത് ഇറ്റ് ഹാസിന്റെ. അപ്പൊ ഹാസ് ആണെങ്കിൽ V3 ഫോം ആണ്, നിങ്ങൾ ഓർത്തോണം. വാസ് ആണെങ്കിൽ പാസീവ് വോയിസിലാണെങ്കിൽ ഓക്കെ, ഈസ് ആണെങ്കിൽ പാസീവ് വോയിസിൽ V3 വരാം, അല്ലെങ്കിൽ ING ഫോം വരണം, അല്ലെ? അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ പ്ലെയേഴ്സ് ആയിരുന്നു. നൗൺ വരാം, അഡ്ജക്റ്റീവ് വരാം, അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അപ്പൊ ഏതാ വരേണ്ടത്? ഇറ്റ്സ് ആണ് ഇവിടുത്തെ പ്രശ്നക്കാരൻ. ഈ ഇറ്റ്സ് വരാൻ പാടില്ല, അല്ലേ? അവിടെ വരേണ്ടത് പോസിറ്റീവ് അഡ്ജക്റ്റീവ് ആണ്, അല്ലേ? ക്ലിയർ അല്ലേ? ഒന്ന് ഓർത്ത് വെച്ചോണേ. സോ ദാറ്റ്സ് വാസ് അവർ എറർ. അത് നമ്മൾ സ്പോട്ട് ചെയ്തു. ആൻഡ് ടുഡേസ് ക്വസ്റ്റ്യൻ, ലെറ്റ്സ് മൂവ് ടു ടുഡേസ് ക്വസ്റ്റ്യൻ. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അറീന എന്ന് പറയാം, has estimated that global photovoltaic waste will touch 78 million tons by 2050. ARENA has estimated that global photovoltaic waste will touch 78 million tons by 2050. ഇതാണ് ക്വസ്റ്റ്യൻ. Take a screenshot and give me your answers in the comment section. അപ്പോൾ താങ്ക് യു സോ മച്ച് ലൈവിൽ വന്ന എല്ലാവർക്കും ഫോർ യുവർ ഇൻവോൾവ്മെന്റ്, യുവർ ഗ്രേറ്റ് പാർട്ടിസിപ്പേഷൻ ആൻഡ് നിങ്ങളുടെ പ്രാക്ടീസ് എന്ത് ചെയ്യുന്നു, നിങ്ങൾ പഠിക്കുന്നു, എൻ്റെ കൂടി നിൽക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. ലൈവ് കണ്ടവർക്കും അതുപോലെ റെക്കോർഡഡ് കാണുന്നവർക്കും താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ് കേട്ടോ, മറക്കണ്ട. അപ്പം നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇനിയും ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൻ്റെ കാര്യം മറക്കണ്ട. KPSC ഷോർട്ട് സെലക്ഷൻ ആണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പേര്. നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കോമെന്റ് സെക്ഷനിൽ ആൻസേഴ്സ് പോസ്റ്റ് ചെയ്യുക. അതുപോലെ സജഷൻസ് ഉണ്ടെങ്കിൽ പങ്കുവെക്കാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ ഷെയർ ഇറ്റ് എമംഗ് ആസ് മെനി ആസ് പോസിബിൾ, മറ്റുള്ളവരോട്ടൊക്കെ എത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അഡാപ്റ്റ് 24/7 ആപ്പ് ഡൗൺലോഡ് ചെയ്തില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. യൂസർ ഫ്രണ്ട്ലി ആപ്പാണ്. നിങ്ങൾക്ക് ഒരുപാട് ക്വിസസും മോക്ക് ടെസ്റ്റുകളൊക്കെ കിട്ടും. അപ്പം പ്രാക്ടീസ് ചെയ്യുക, പോയിന്റ്സ് ഗ്രാബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അത് പിന്നെ ഏതെങ്കിലും ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ ഒന്ന് പരിഗണിക്കാം. താങ്ക് യു സോ മച്ച്. സ്റ്റേ കണക്റ്റഡ്, സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. അത് മറക്കണ്ട. സ്റ്റേ സേഫ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, ഉഷാറായിട്ടിരിക്കുക. എക്സാംസ് ആർ ഇമിനന്റ്. അതുപോലെ തന്നെ വേറെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താ വെച്ചാൽ എൻജോയ് യുവർ ഡേ. താങ്ക് യു സോ മച്ച്. നാളെ രാവിലെ കാണാം. ബൈ.